ഹായ് ഓൾ, എൻ്റെ പേര് വിവേക്. വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് പൾപിറ്റ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് റേപ്പ് ലോസ് ഇൻ ഇന്ത്യ. നമുക്ക് നേരെ ടോപ്പിലേക്ക് പോവാം. അതിന് തന്നെ നമുക്ക് ഡെഫിനിഷനിലേക്ക് പോവാം. ഡെഫിനിഷൻ എന്ന കോൺസെപ്റ്റിലേക്ക് പോവാം. അപ്പോൾ എവിടെ നിന്നാണ് ഈ ടേം റേപ്പ് എന്ന് പറഞ്ഞ ടേം ഒറിജിനേറ്റ് ചെയ്തത്? അപ്പോൾ അതിൻ്റെ ഒറിജിൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ രസകരം നമുക്ക് പറയാൻ പറ്റില്ല, പരിതാപകരം നമുക്ക് വേണമെങ്കിൽ പറയാം. റാപ്പേറെ, ലാറ്റിൻ ടേം ആയിട്ടുള്ള റാപ്പേറെ എന്ന് പറയുന്ന ടേം, അതിന്റെ അർത്ഥം അതിൽ നിന്നാണ് ഇത് ഒറിജിനേറ്റ് ചെയ്തത്. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ടു സ്നാച്ച്, ടു ഗ്രാബ്, ടു ക്യാരി ഓഫ്, എടുത്തുകൊണ്ട് പോവുക, മറ്റൊരാളുടെ ഒരു വസ്തു എടുത്തുകൊണ്ട് പോവുക, അയാൾ നിന്ന് അപഹരിച്ചുകൊണ്ട് പോവുക, കൊണ്ടുപോവുക എന്നുള്ള ഒരു വസ്തു. അതാണ് ഇമ്പോർട്ടന്റ്. വസ്തു എന്നുള്ള ആ അർത്ഥത്തിൽ നിന്നുള്ള അർത്ഥം വരുന്ന റാപ്പേറെ എന്ന് പറഞ്ഞ ടേമിൽ നിന്നാണ് റേപ്പ് എന്ന് പറഞ്ഞ ടേം, ഇന്നത്തെ ടേം ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ റാപ്റ്റസ്. ആദ്യമായിട്ട് നമുക്കിത് ഒരു ലോയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടതെന്ന് പറഞ്ഞാൽ റോമൻ ലോയിലാണ്. നമുക്കിന്ന് അറിയാവുന്ന റാപ്റ്റസ് എന്ന് പറഞ്ഞ ടേം, അതിന്റെ മീനിങ് ദ ക്യാരിങ് ഓഫ് വുമൺ ബൈ ഫോഴ്സ് വിത്തൗട്ട് ഇന്റർകോഴ്സ്. ഇന്റർകോഴ്സ് വേണമെന്ന് പറഞ്ഞ നിർബന്ധമില്ല. ഒരു സ്ത്രീയെ ക്യാരിങ് ഓഫ് എ വുമൺ ബൈ ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് കൊണ്ടുപോവുക, എടുത്തുകൊണ്ട് പോവുക എന്ന് അർത്ഥം വരുന്ന റാപ്റ്റസ് എന്ന് പറഞ്ഞ ടേം റോമൻ ലോയിൽ ഉണ്ടായിരുന്നു. അതാണ് ലോയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പിന്നിലോട്ട് പോകുമ്പോൾ കണ്ടെത്താൻ പറ്റുന്ന ഇതിന്റെ റെമിനൻസ്. അടുത്ത ടൈമാണ് റേപ്പർ. ആംഗ്ലോ ഫ്രഞ്ച് ടൈമാണ് റേപ്പർ എന്ന് പറയുന്നത്. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ടു സീസ് ഓർ അബ്ഡക്റ്റ്. അബ്ഡക്റ്റ് ചെയ്യുക, സീസ് ചെയ്യുക. ഇതിന്റെ എല്ലാം നമുക്ക് കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ ഈ റാപ്റ്റസ് എന്ന ടേമിൽ ഒഴിച്ച് ബാക്കി അതിലൊരു വിമൻ ഉണ്ട്. ആ ടേമിൽ ഒഴിച്ച് ബാക്കി ഒരു ടേമിലും വിമൻ എന്ന് പറയുന്ന ടേം ഡെഫിനേഷനേ ഇല്ല. റേപ്പൻ മിഡീവൽ ഇംഗ്ലീഷിലുള്ള ടേമാണ് റേപ്പൻ എന്ന് പറയുന്നത്. അതിന്റെ അർത്ഥം ഇത്രേ ഉള്ളൂ, അബ്ഡക്ഷൻ ഓർ വയലന്റ് പ്ലണ്ടർ. അബ്ഡക്ഷൻ ഓർ വയലന്റ് പ്ലണ്ടർ. അപ്പൊ ഈ ഡെഫിനിഷൻ നോക്കി തന്നെ നമുക്കറിയാം, വിമൻ എന്ന് പറയുന്ന ഒരു ടേം ഈ റാപ്റ്റസ് എന്ന് പറയുന്ന ടേമിന്റെ അർത്ഥത്തിൽ മാത്രമേ ഉള്ളൂ. ബാക്കി ഒരു ടേമിലും വിമൻ എന്ന് പറഞ്ഞ ടേം ഇല്ല. അതിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, റേപ്പ് എന്ന് പറഞ്ഞ ടേം വിമനെ സംബന്ധിക്കുന്ന ടേം ആയിരുന്നില്ല, ഒരു പ്രോപ്പർട്ടിയെ സംബന്ധിക്കുന്ന ടേം ആയിരുന്നു. അതിന് ശേഷം കാരണം അന്ന് വിമൻ റൈറ്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് കൂടുതൽ നോക്കാം, മനസ്സിലാവും. വിമൻ ഹാഡ് നോ റൈറ്റ്സ് ആൻഡ് വിമൻ വേ കൺസിഡർ ആസ് ദ പ്രോപ്പർട്ടി ഓഫ് മെൻ. മനുഷ്യന്റെ ഒരു പ്രോപ്പർട്ടി എന്ന തരത്തിലാണ് സ്ത്രീയെ കണ്ടിരുന്നത്. അതുകൊണ്ട് എന്ത് സാധനം അപഹരിച്ചുകൊണ്ട് പോകുന്നത് റേപ്പാണ്. റേപ്പ് എന്ന് പറഞ്ഞ ടേമാണ്. സ്ത്രീയെ അപഹരിക്കൊണ്ട് പോകുന്നതും റേപ്പാണ്. അപഹരിച്ചുകൊണ്ട് പോവുക, ക്യാരി ഓഫ് ചെയ്യുക, മറ്റൊരാളുടെ നിന്ന് പറിച്ചുകൊണ്ട് പോവുക, എടുത്തുകൊണ്ട് പോവുക. ഈ സാധനത്തിനെയാണ് ഈ ഒരു ഡെഫിനേഷൻ ഉരുത്തിരിക്കുന്ന കഥയാണ് ഞാൻ പറയുന്നത്. ദസ് റാപ്പേറെ, അതായത് ടു സ്നാച്ച്, ടു ഗ്രാബ് ഓർ ടു ക്യാരി ഓഫ് എ വുമൺ വാസ് ട്രീറ്റഡ് ജസ്റ്റ് ലൈക്ക് എ ക്രൈം എഗൈൻസ്റ്റ് പ്രോപ്പർട്ടി. പ്രോപ്പർട്ടിക്കെതിരെയുള്ള ക്രൈം, നമ്മൾ ഒരു വസ്തുവിനെതിരെയുള്ള ക്രൈം, ആ ക്രൈം എന്ന തരത്തിലാണ് ഈ റാപ്പറേയും ട്രീറ്റ് ചെയ്തിരുന്നത്. അബ്ഡക്ഷൻ ഓഫ് ഹ്യൂമൻ വിത്തൗട്ട് ഇന്റർകോഴ്സ് വാസ് കൺസിഡർഡ് ആസ് എ ക്രൈം എഗൈൻസ്റ്റ് പ്രോപ്പർട്ടി ഓഫ് എ മാൻ. ഒരു പുരുഷന്റെ പ്രോപ്പർട്ടി ആയിട്ടുള്ള സ്ത്രീ, ആ സ്ത്രീയെ ഇന്റർകോഴ്സോട് കൂടിയോ ഇന്റർകോഴ്സ് ഇല്ലാതെയോ അപഹരിച്ചുകൊണ്ടുപോവുക, തട്ടിക്കൊണ്ടുപോവുക, അതിനെ ഒരു ക്രൈമായിട്ട് കണ്ടിരുന്നു. അപ്പം ഒരു സ്ത്രീയുടെ അന്നത്തെ സ്ഥാനമാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഒരു പുരുഷന്റെ ഒരു പ്രോപ്പർട്ടി എന്ന തരത്തിലാണ് സ്ത്രീയെ അന്ന് കൺസിഡർ ചെയ്തിരുന്നത്. ഈ ടേം ഉരുത്തിരിഞ്ഞു വന്നത് തന്നെ അതുകൊണ്ടാണ് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എന്നാൽ മോഡേൺ കോൺസെപ്റ്റ് ഓഫ് റേപ്പ് ഒറിജിനേറ്റഡ് മച്ച് ലേറ്റർ. ഒരുപാട് 1700-കൾക്കും ശേഷമാണ് മോഡേൺ കോൺസെപ്റ്റ് ഓഫ് റേപ്പ് എന്ന് പറയുന്ന ആ ടേം സ്ത്രീകളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ ഖനിക്കുന്നതും അല്ലെങ്കിൽ സ്ത്രീകളുടെ ശരീര സ്വാതന്ത്ര്യത്തെ ക്ഷണിക്കുന്നതുമായിട്ടുള്ള ആ ടേം എന്ന് പറയുന്ന ഇപ്പോഴത്തെ മോഡേൺ കോൺസെപ്റ്റ് ഒറിജിനേറ്റ് വന്നത് ഒരുപാട് ശേഷമാണ്. അന്നൊക്കെ ഒരു പ്രോപ്പർട്ടിക്കെതിരെയുള്ള ക്രൈം എന്ന തരത്തിലായിരുന്നു കണ്ടിരുന്നത്. നമുക്ക് അത് അന്നത്തെ ഫേമസ് ആയിട്ടുള്ള അലക്സാണ്ടർ പോപ്പ് എന്ന് പറയുന്ന ഒരു പോയറ്റ് ഉണ്ട്. അദ്ദേഹത്തിന്റെ ഈ പോയത്തിന്റെ ടൈറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ദ റേപ്പ് ഓഫ് ദ ലോക്ക് എന്ന് പറയുന്ന ഒരു പോയമാണ്. ഈ പോയത്തിന് നമ്മുടെ ഇന്നത്തെ റേപ്പ് എന്ന് പറയുന്ന ടേമുമായിട്ടൊരു ബന്ധമില്ല. ഇതിന്റെ കഥ എന്ന് പറയുന്നത്, ഒരു വ്യക്തി മറ്റൊരു സ്ത്രീയുടെ ഹെയറിന്റെ ലോക്ക് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ മുടി ചീകുന്ന സമയത്ത് നമ്മുടെ മുടി പൊഴിഞ്ഞു പോകുമ്പോൾ നമ്മളത് കെട്ടി വയ്ക്കുമല്ലോ, അല്ലെങ്കിൽ നമ്മുടെ മുടി നന്നായിട്ടിരിക്കാൻ വേണ്ടി ബണ്ണ് അതുപോലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കെട്ടി വയ്ക്കുമ്പോൾ അത് നമ്മൾ തിരിച്ചെടുക്കുന്ന സമയത്ത് അതിൽ കുറച്ച് മുടി പറ്റിയിരിക്കുമല്ലോ. അതിനെയാണ് ഹെയറിന്റെ ലോക്ക് എന്ന് പറയുന്നത്, ലോക്ക് ഓഫ് ദ ഹെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്ത്രീയുടെ ഹെയറിന്റെ ലോക്ക് മറ്റൊരു വ്യക്തി അത് എടുത്തുകൊണ്ട് പോകുന്നു. അത് എടുത്തുകൊണ്ട് പോകുന്നത് വഴി ഈ സ്ത്രീയുടെ കുടുംബവും ആ എടുത്തുകൊണ്ട് പോകുന്ന വ്യക്തിയുടെ കുടുംബവും തമ്മിൽ വഴക്കും അടിയും കാര്യങ്ങളെല്ലാം ആവുന്നു. അതാണ് ഈ പോയം. അതൊരു സറ്റയറാണ് ആക്ച്വലി. എങ്ങനെയാണ് രാജ്യങ്ങൾ തമ്മിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി വലിയ വലിയ അടികൾ ഉണ്ടാകുന്നു അല്ലെങ്കിൽ യുദ്ധങ്ങൾ ഉണ്ടാകുന്നു കാണിക്കുന്ന ഒരു സറ്റയറിക്കൽ പോയമാണ് ദ റേപ്പ് ഓഫ് ദ ലോക്ക് എന്ന് പറയുന്നത് അലക്സാണ്ടർ പോപ്പിന്റെ. അപ്പൊ അതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള ദ റേപ്പ് എന്ന് ഉദ്ദേശിച്ചത് ഈ ലോക്കിനെ അപഹരിച്ചുകൊണ്ട് പോയി എന്നുള്ള അർത്ഥത്തിലാണ് ദ റേപ്പ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ സ്ത്രീയുടെ ഒരു കാര്യമായിട്ട് വേറൊരു ബന്ധമില്ല. അത് പറയാൻ വേണ്ടിയാണ് ഇതൊരു പറഞ്ഞത്. അപ്പൊ ആ സമയത്ത് ഇത് 1712-കളിലെ സമയത്തുള്ള
1912 ആദ്യമായിട്ട് ഇത് എന്നാണ് എഴുതിയെന്നറിയില്ല, പക്ഷെ 1912 ഇത് ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചു വരുന്നത്. ആ സമയത്തും അതിന്റെ അർത്ഥം അതാണ്. റേപ്പ് എന്ന് പറഞ്ഞാൽ അപഹരണം. അപ്പൊ സ്റ്റീലിംഗ് ഓഫ് എ ലോക്ക് ഓഫ് ഹെയർ വാസ് ടേംഡ് ആസ് റേപ്പ്. റേപ്പ് എന്ന് പറയുന്നത് സ്റ്റീലിംഗ് ഓഫ് എ ലോക്ക് ഓഫ് ഹെയറിന്റെ ലോക്ക് സ്റ്റീൽ ചെയ്തുകൊണ്ട് പോവുക, മോഷ്ടിച്ചുകൊണ്ട് പോവുക, അത് റേപ്പാണ് അന്നത്തെ സമയത്ത്. ഇനി മോഡേൺ ഡെഫിനിഷൻ നോക്കുമ്പോൾ നമ്മൾ പറഞ്ഞു, നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് നിയമപരമായിട്ട് ഏറ്റവും കൂടുതൽ കൺസിഡർ ചെയ്യുന്ന ഒരു അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുന്ന വൈഡ്ലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ഡിക്ഷണറി ഡെഫിനിഷനാണ്. ഹെൻറി ക്യാമ്പൽ ബ്ലാക്കിന്റെ ബ്ലാക്ക് ഡിക്ഷണറി ഡെഫിനിഷനാണ്. ആ ഡെഫിനിഷൻ എങ്ങനെയാണ്? ക്രിമിനൽ ലോയിലാണ് ഇതുള്ളത്. ഇൻ ക്രിമിനൽ ലോയിലാണ് ഇതുള്ളത്. ദ അൺലോഫുൾ കാർണൽ നോളജ് ഓഫ് എ വുമൺ ബൈ എ മാൻ പോസിബിലി ആൻഡ് എഗൻസ്റ്റ് ഹെർ വിൽ. ഒരു സ്ത്രീയുടെ ഇച്ഛയ്ക്ക് വിരുദ്ധമായിട്ട് ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട്, ഒരു സ്ത്രീയുടെ ഇച്ഛയ്ക്ക് വിരുദ്ധമായിട്ട് ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഒരു പുരുഷൻ ഒരു സ്ത്രീയുടെ കാർണൽ നോളജ് എടുക്കുന്നു, അല്ലെങ്കിൽ ശരീരബന്ധം പുലർത്തുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഒരു സ്ത്രീയുടെ വില്ലിന് എഗൻസ്റ്റ് ആയിട്ട് ഫോഴ്സിബിളി ഒരു പുരുഷൻ ഒരു സ്ത്രീയുമായി ശരീരബന്ധം പുലർത്തുന്നതിനെ, നിയമവിരുദ്ധമായിട്ട് ശരീരബന്ധം പുലർത്തുന്നതിനെ റേപ്പ് എന്ന് പറയാം. അതായത് വിതൗട്ട് ഹർ കൺസെന്റ് ആൻഡ് എഗൻസ്റ്റ് ഹർ അറ്റ്മോസ്റ്റ് റെസിസ്റ്റൻസ്. അത് ആ ഡെഫിനിഷൻ നമുക്ക് വേണമെങ്കിൽ എടുത്താൽ മതി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ്മോസ്റ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഓരോ സിറ്റുവേഷനിൽ മാറി മാറി വരും. ആ സ്ത്രീക്ക് ഉപയോഗിക്കാൻ എത്രത്തോളം ചെലുത്താൻ പറ്റുമോ അത്രയും റെസിസ്റ്റൻസ് ചെലുത്തിയതിന് ശേഷം പോലും അവരുടെ വില്ലിന് കൺസെന്റിന് വിരുദ്ധമായിട്ട് ചെയ്യുന്ന അൺലോഫുൾ ആയിട്ടുള്ള കാർണൽ നോളജ് ആണ് റേപ്പ് എന്നാണ് ഈ മോഡേൺ ഡെഫിനിഷൻ പറയുന്നത്. എന്നാൽ ഓരോ സമയത്തും എന്താണ് അറ്റ്മോസ്റ്റ് റെസിസ്റ്റൻസ് എന്നുള്ള ഓരോ കേസിന്റെ ഫാക്ടിനനുസരിച്ചും ആ സിറ്റുവേഷൻ അനുസരിച്ചും മാറും. അതുകൊണ്ട് നമുക്ക് അതിനെ കൺക്ലൂസീവ് ആയിട്ടൊന്നും പറയാൻ പറ്റില്ല. ഇനി ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് ഡിക്ഷണറിയിൽ എന്താണ് റേപ്പ്? അതിന്റെ ഡെഫിനിഷൻ ഇതാണ് പറയുന്നത്: ക്രൈം ഓഫ് ഫോഴ്സിംഗ് സംവൺ ടു ഹാവ് സെക്സ്, പെർട്ടിക്കുലർലി യൂസിംഗ് വയലൻസ് ഓർ വെൻ ദേ ഡു നോട്ട് കൺസെന്റ്. കൺസെന്റ് ചെയ്യാത്ത സമയത്തോ അല്ലെങ്കിൽ വയലൻസ് ഉപയോഗിച്ചുകൊണ്ടോ, പെർട്ടിക്കുലർ യൂസിംഗ് വയലൻസ് ഉപയോഗിച്ചുകൊണ്ടോ, കൺസെന്റ് ഇല്ലാത്ത സമയത്തോ മറ്റൊരു വ്യക്തി, സംവൺ ആണ്, മറ്റൊരു വ്യക്തിയെ സെക്സിൽ ഏർപ്പെടാൻ വേണ്ടി ഫോഴ്സ് ചെയ്യുന്നതിനെ, ആ ക്രൈമിനെ വിളിക്കുന്ന പേരാണ് റേപ്പ് എന്നാണ് ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് ഡിക്ഷണറിയിൽ നമുക്ക് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് ഡിക്ഷണറിയിൽ ദ ക്രൈം ഓഫ് ഫോഴ്സിംഗ് സംവൺ എന്നാണ് പറയുന്നത്. അതൊരു ജെൻഡർ ന്യൂട്രൽ ടേം ആണ്, മറ്റൊരു വ്യക്തിയെ എന്ന് പറയുന്നത്. എന്നാൽ ബ്ലാക്ക് ലോ ഡിക്ഷണറിയിൽ ഒരു പുരുഷൻ ഒരു സ്ത്രീയെയാണ് റേപ്പ് ചെയ്യുന്നത്. അതാണ് ലീഗൽ ഡെഫിനിഷനും നമ്മുടെ അല്ലാത്ത സാധാരണ ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് ഡിക്ഷണറി ഡെഫിനിഷനും തമ്മിലുള്ള വ്യത്യാസം. ഇനി അതിനെപ്പറ്റി ഇന്ത്യൻ ലോസ് എന്താണ് പറയുന്നത് നമുക്ക് കൂടുതൽ നോക്കാം. ഇപ്പോൾ എന്താണ് കറന്റ് ഇന്ത്യൻ സീനാരിയിൽ, ഇന്ത്യൻ ലോസിനകത്തുള്ള റേപ്പിന്റെ ഡെഫിനിഷൻ നമുക്ക് നോക്കാം. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് ഞാൻ റെഡിൽ ഇട്ടിട്ടുണ്ട്. നമുക്ക് അത് മാത്രം ജസ്റ്റ് ഒന്ന് ചർച്ച ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഭാരതീയ ന്യായ സംഹിത, അതാണ് പണ്ടത്തെ IPC സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് വന്നിട്ടുള്ള നിയമം. 2023 നിയമമാണ്. 2024 ജൂലൈ 1 നിലവിൽ വന്നിട്ടുള്ളത്, കെയിം ഇൻടു ഫോഴ്സ്. അന്ന് തൊട്ടാണ് നിലവിൽ വന്നത്. അതിൽ പണ്ടത്തെ സെക്ഷൻ 375 IPC-ലായിരുന്നെങ്കിൽ ഇന്ന് സെക്ഷൻ 63 ഓഫ് BNS-ലാണ് റേപ്പിനെ പറ്റി ഡെഫിനിഷൻ പറയുന്നത്. അതിന്റെ പണിഷ്മെന്റും കാര്യങ്ങളെല്ലാം തുടർന്ന് വരുന്ന സെക്ഷൻസിലും, അതിന്റെ അഗ്രവേറ്റഡ് ഫോംസ് അതിന് തുടർന്ന് വരുന്ന സെക്ഷൻസിലാണ് പറയുന്നത്. അപ്പോൾ സെക്ഷൻ 63 എന്താ പറയുന്നത്? എ മാൻ ഈസ് സെറ്റ് ടു കമ്മിറ്റ് റേപ്പ്. അവിടെയും എന്താണ്? എ മാൻ, ഒരു പുരുഷനെ മാത്രമേ റേപ്പ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത്. പുരുഷൻ ഈസ് സെറ്റ് ടു കമ്മിറ്റ് റേപ്പ് ഇഫ് ഹി പെനട്രേറ്റ്സ് ഹിസ് പീനിസ്. അദ്ദേഹത്തിന്റെ ലൈംഗിക അവയവമായിട്ടുള്ള പീനിസ് പെനട്രേറ്റ് ചെയ്യുന്നു. എവിടെയൊക്കെ? എത്രയെങ്കിലും എക്സ്റ്റെന്റ് ഒരു സ്ത്രീയുടെ വാജിന, ലൈംഗിക അവയവത്തിൽ, മൗത്ത്, യുറീത്ര, ഏനസ്, ഒരു സ്ത്രീയുടെ ഓഫ് എ വുമൺ, ഒരു സ്ത്രീയുടെ ഏതെങ്കിലും പാർട്ടിൽ എത്രയെങ്കിലും എക്സ്റ്റെന്റ്, ഒരു ചെറിയ എക്സ്റ്റെന്റ് പെനട്രേറ്റ് ചെയ്താൽ പോലും അത് റേപ്പാണ്. 1. 2, ഇൻസേർട്സ് ടു എനി എക്സ്റ്റെന്റ്. ഇനി അതിന് എല്ലായ്പ്പോഴും റേപ്പ് അല്ല, കാരണം കൺസെന്റോട് കൂടിയാണ് ഇങ്ങനെ പെനട്രേറ്റ് ചെയ്യുന്നതെങ്കിൽ അതൊരിക്കലും റേപ്പ് ആവില്ലല്ലോ. അപ്പം നമുക്ക് താഴോട്ട് പോകാം. ഇതൊക്കെ എപ്പോൾ നടത്തിയാലാണ് റേപ്പ് ആവുന്നത് എന്നുള്ള കാര്യമാണ് നമുക്ക് അതിൽ നോക്കേണ്ടത്. അല്ലെങ്കിൽ ഇൻസേർട്ട് ചെയ്യുന്നു ടു എനി എക്സ്റ്റെന്റ്, എത്രയെങ്കിലും എക്സ്റ്റെന്റ്, എനി ഒബ്ജക്റ്റ് ഓർ എ പാർട്ട് ഓഫ് ദ ബോഡി, പീനിസ് അല്ലാത്ത, നോട്ട് ബീങ് ദ പീനിസ് അല്ലാത്ത ഒരു പുരുഷന്റെ ലൈംഗിക അവയവമായ പീനിസ് അല്ലാത്ത മറ്റേതെങ്കിലും ബോഡി പാർട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒബ്ജക്റ്റോ എത്രയെങ്കിലും എക്സ്റ്റെന്റ് ഒരു വിമന്റെ ഏതെങ്കിലും ശരീരഭാഗത്തിൽ ഇൻസേർട്ട് ചെയ്യുമ്പോൾ അതും റേപ്പാണ്. അപ്പോൾ ഇത് പെനട്രേറ്റീവ് സെക്സ് ആണ്. പെനട്രേറ്റീവ് സെക്സിൽ എന്താവണമെന്നില്ല, പീനിസ് തന്നെ ഇൻസേർട്ട് ചെയ്യണമെന്നില്ല റേപ്പ് ആവാനായിട്ട്. എന്തെങ്കിലും ഒബ്ജക്റ്റ് ഇൻസേർട്ട് ചെയ്താലും, പീനിസ് അല്ലാത്ത മറ്റേതെങ്കിലും ബോഡി പാർട്ട് ഇൻസേർട്ട് ചെയ്താലും അത് റേപ്പ് തന്നെയാണ്. അടുത്തത് മാനിപ്പുലേറ്റ്സ്. ഈ റേപ്പിനെ പറയുന്ന പേരാണ് ഡിജിറ്റൽ റേപ്പ്. അത് ഞാൻ പറഞ്ഞു തരാം. ഡിജിറ്റൽ റേപ്പ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും കമ്പ്യൂട്ടറും ഇന്റർനെറ്റും എല്ലാം ഉപയോഗിച്ചുകൊണ്ടുള്ള റേപ്പാണ് ഡിജിറ്റൽ റേപ്പ് എന്നായിരിക്കും പേര് സജസ്റ്റ് ചെയ്യുന്ന, അങ്ങനെയാണ്. പക്ഷെ ആക്ച്വലി ഈ സെക്ഷൻ 63B അതിനെ പറയുന്ന പേരാണ് ഡിജിറ്റൽ റേപ്പ്. പുരുഷന്റെ ലൈംഗികമായിട്ടുള്ള
പീനിസ് അല്ലാത്ത മറ്റേതെങ്കിലും പീനിസ് അത് ഒഴികെ, അത് നമ്മൾ എയിൽ പറഞ്ഞു, അതല്ലാതെ മറ്റേതെങ്കിലും ബോഡി പാർട്ടോ മറ്റേതെങ്കിലും ഒബ്ജക്റ്റോ എത്രയെങ്കിലും എക്സ്റ്റെൻഡ് ഒരു സ്ത്രീയുടെ വാജിനയിലോ യുറീത്രയിലോ ഏനസിലോ ഇൻസേർട്ട് ചെയ്തുകൊണ്ട് നടത്തുന്ന സെക്സിനെയാണ് ഡിജിറ്റൽ റേപ്പ് എന്ന് പറയുന്നത്. ഡിജിറ്റ് എന്ന ഇവിടുത്തെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡിജിറ്റൽ വേൾഡുമായിട്ട് ബന്ധമില്ല, അക്കം എന്നും അർത്ഥമില്ല. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ടോ അല്ലെങ്കിൽ ഫിംഗർ അല്ലെങ്കിൽ തമ്പ് എന്നൊക്കെയാണ് അർത്ഥം. ടോ കാലിലെ തള്ളവിരൽ, കയ്യിലെ തള്ളവിരൽ, കയ്യിലെ വിരൽ എന്നൊക്കെയാണ് ഈ ഡിജിറ്റൽ എന്ന് പറയുന്നത്, ഡിജിറ്റ് എന്ന് പറയുന്ന അർത്ഥം ഇവിടെ വരുന്നത്. ആ അർത്ഥത്തിലാണ് അത് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ സി മാനിപ്പുലേറ്റ്സ് എനി പാർട്ട് ഓഫ് ദ ബോഡി ഓഫ് ഹ്യൂമൻ സോ ആസ് ടു കോസ് പെനട്രേഷൻ ടു വാജിന. വാജിനയിൽ പെനട്രേഷൻ നടത്താൻ വേണ്ടി അല്ലെങ്കിൽ യൂറിത്ര ഏനസിലോ ഏതെങ്കിലും ബോഡി പാർട്ടിൽ പെനട്രേഷൻ നടത്തുന്ന തരത്തിൽ അവളുടെ ശരീരത്തിനെ മാനിപ്പുലേറ്റ് ചെയ്താലും അത് ഇതിൽ പെടും. ഇതെല്ലാം വിതൗട്ട് കൺസെന്റ് ആണ്. അത് പറയാം നമുക്ക്. ഇപ്പൊ ഈ 3 കാര്യങ്ങൾ അല്ലെങ്കിൽ 4 അപ്ലൈസിസ് മൗത്ത്, ഓറൽ സെക്സ്, നമ്മുടെ വാ ഉപയോഗിച്ചുകൊണ്ടുള്ള വാജിനയിലോ ഏനസിലോ യൂറിത്രയിലോ ഒരു സ്ത്രീയെ അങ്ങനെ ഉപയോഗിക്കുകയോ അങ്ങനെ ഉപയോഗിക്കാൻ അവളെ ഉപയോഗിക്കുകയോ ചെയ്യുമ്പോൾ, പക്ഷേ അവളെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കുകയോ ചെയ്യുമ്പോൾ, അപ്പൊ അതെല്ലാം വുമൺ ആയതുകൊണ്ടാണ് ഞാൻ അവളെന്ന് പറയുന്നത്. ഒരു വുമണിനെ മാത്രമേ റേപ്പ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ഡെഫിനിഷനാണ് ഇതിനകത്തുള്ളത്. ഇനി ഈ ABCD 4 കാര്യങ്ങൾ നടക്കുന്നത് ഈ ഇത്രയും കാര്യങ്ങൾക്കുള്ളിലായിരിക്കണം. ഏതാണ്? എഗൻസ്റ്റ് ഹെർ വിൽ. ഒന്നുകിൽ 7 ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ അവളുടെ ഇച്ഛയ്ക്ക് വിരുദ്ധമായിട്ടായിരിക്കണം, അല്ലെങ്കിൽ വിതൗട്ട് ഹെർ കൺസെന്റ്, അവളുടെ സമ്മതമില്ലാതെ. അവൾക്ക് ചിലപ്പോൾ ഇച്ഛ കാണും, പക്ഷെ അവൾക്ക് സമ്മതമില്ല, ഇപ്പൊ ചെയ്യാൻ സമ്മതമില്ല, സെക്സ് ചെയ്യാൻ സമ്മതമില്ല എങ്കിൽ അത് റേപ്പാണ്. വിതൗട്ട് കൺസെന്റ് ഇല്ലാതെ. കൺസെന്റ് എപ്പോഴൊക്കെയാണ് കിട്ടുന്നത്, എന്തൊക്കെയാണ് കൺസെന്റ് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് പിന്നീട് പറയാം. വിത്ത് ഹർ കൺസെന്റ്, പക്ഷെ കൺസെന്റോട് കൂടി ചെയ്താലും റേപ്പാണ്. എപ്പോഴാണ്? ആ കൺസെന്റ് ബൈ പുട്ടിങ് ഹർ ഓർ എനി പേഴ്സൺ ഹൂം ഷീ ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ ഫിയർ ഓഫ് ഡെത്ത് ഓഫ് ഹർ. എത്രയും ഇത് ഞാൻ കൺസെന്റ് കൊടുത്തില്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റും, എനിക്ക് ഹർട്ട് പറ്റും, അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള മറ്റേതെങ്കിലും വ്യക്തിക്ക് ഹർട്ട് പറ്റും എന്നുള്ളൊരു ഫിയറിൽ നിർത്തിക്കൊണ്ടാണ് ആ കൺസെന്റ് വാങ്ങിച്ചതെങ്കിൽ, സമ്മതം വാങ്ങിച്ചെങ്കിൽ ആ സമ്മതം ഒരു സമ്മതമേ അല്ല. ആ അങ്ങനത്തെ സമ്മതത്തോടു കൂടിയാണ് നടത്തുന്ന സെക്സ് എങ്കിൽ അതും റേപ്പാണ്. അപ്പോൾ വിത്തൗട്ട് കൺസെന്റ്, വിത്ത് ഹർ കൺസെന്റ്, പക്ഷേ ആ കൺസെന്റ് വാങ്ങിച്ച രീതി എന്ന് പറയുന്നത് നിയമവിരുദ്ധമായിട്ടുള്ള രീതിയാണ്. അല്ലെങ്കിൽ വിത്ത് ഹർ കൺസെന്റ്, അടുത്തതും വിത്ത് ഹർ കൺസെന്റ്, കൺസെന്റോടുകൂടി. പക്ഷെ ആ കൺസെന്റ് എങ്ങനെയാണ് വാങ്ങിച്ചത്? അവൾ വിചാരിക്കുന്നു, ഷീ ബിലീവ്സ് ദാറ്റ് ഹി ഈസ് അനദർ മാൻ ടു ഹൂം ഷീ ഈസ് മാരീഡ്. ഞാൻ കല്യാണം കഴിച്ച ഒരു വ്യക്തിയാണ് ഇദ്ദേഹം, എന്റെ ഭർത്താവാണ് ഇദ്ദേഹം എന്ന് വിശ്വസിക്കുന്ന ഒരാളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. എന്നാൽ അപ്പോൾ അത് പുള്ളിക്കാരി കൺസെന്റ് കൊടുക്കുന്നു. എന്നാൽ ആ വ്യക്തി യഥാർത്ഥത്തിൽ അവരുടെ ഹസ്ബൻഡ് അല്ല, ലീഗലി വെഡഡ് ഹസ്ബൻഡ് അല്ല. അങ്ങനെ എടുത്ത കൺസെന്റേ അല്ല, അത് റേപ്പാണ്. അല്ലെങ്കിൽ ഷി ബിലീവ്സ് ഹെർസെൽഫ് ടു ബി ലോഫുള്ളി മാരീഡ്, അയാളുമായിട്ട് ലോഫുള്ളി മാരി ചെയ്തപ്പെട്ടു എന്ന്. ലോഫുള്ളി മാരീഡ്, അതാണ് ലോഫുള്ളി മാരീഡിനൊരു പ്രത്യേകതയുണ്ട്. ഒരാള് ഇന്ത്യൻ നിയമപ്രകാരം ഇപ്പം ഹിന്ദു ആവട്ടെ ക്രിസ്ത്യൻ ആവട്ടെ, മുസ്ലിം മാത്രം ചെറിയ എക്സെപ്ഷൻ ഉണ്ട്. ബാക്കി 2 നിയമങ്ങളും പ്രകാരം ഒരാൾക്ക് ഒരു മാരേജ് മാത്രമേ, മോണോഗമി മാത്രമേ ഉള്ളൂ, ഒരു മാരേജ് മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ നിയമപ്രകാരമായിട്ട്. നിയമപ്രകാരം അല്ലാതെ കഴിക്കുന്ന മറ്റ് മാരേജുകൾക്ക് വാലിഡിറ്റി ഇല്ല. അതുകൊണ്ട് ലോഫുള്ളി മാരീഡ് ആണെന്ന് വിചാരിച്ച് അവൾ മറ്റൊരു വ്യക്തിയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. അങ്ങനെ കൊടുക്കുന്ന കൺസെന്റ്, ആ കൺസെന്റ് എന്തല്ല, ഒരു കൺസെന്റ് അല്ല. അതും റേപ്പാണ്. അല്ലെങ്കിൽ വിത്ത് ഹർ കൺസെന്റ്, അടുത്തത് പിന്നെയും കൺസെന്റ് വാങ്ങിച്ചിട്ടാണ് ചെയ്തത്. പക്ഷെ എന്നാൽ ഈ സെക്ഷൽ ഇന്റർകോഴ്സിൽ ഏർപ്പെട്ടത്, പക്ഷെ എന്നാൽ ആ കൺസെന്റ് എങ്ങനെ കിട്ടിയതാ? വെൻ അറ്റ് ദ ടൈം ഓഫ് ഗിവിംഗ് സച്ച് കൺസെന്റ്, ആ കൺസെന്റ് കൊടുക്കുന്ന സമയത്ത് ആ സ്ത്രീക്ക് അൺസൗണ്ട്നെസ് ഓഫ് മൈൻഡ് കൊണ്ടോ ഇൻടോക്സിക്കേഷൻ കൊണ്ടോ, മദ്യപാനം, ലഹരി, അതുപോലുള്ള എന്തെങ്കിലും ലഹരിക്ക് അടിമപ്പെട്ട്, അതായത് ലഹരിയിന്മേലാണ് അവൾ കൺസെന്റ് കൊടുത്തത്. അല്ലെങ്കിൽ അൺസൗണ്ട്നെസ് ഓഫ് മൈൻഡ്, പുള്ളിക്കാരിക്ക് നേരായി ചിന്തിക്കാൻ പറ്റുന്ന ഒരു രീതിയിലല്ല. ഈ കാര്യങ്ങൾ കൊണ്ട് she is unable to understand the consequences of it, the nature and consequences of her consent. അവൾ കൊടുക്കുന്ന കൺസെന്റ്, എന്തിനാണ് കൺസെന്റ് കൊടുക്കുന്നത്, ഇതിന്റെ വരുംവരായികൾ എന്താണെന്നുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കാനുള്ള ഒരു ശേഷി ഈ സ്ത്രീക്ക് ആ സമയത്തില്ല. ആ സമയത്താണ് കൺസെന്റ് കൊടുക്കുന്നതെങ്കിൽ അതൊരു കൺസെന്റ് അല്ല. ആ സമയത്തും സെക്ഷൽ ഇന്റർകോഴ്സിൽ ഏർപ്പെടുകയെങ്കിൽ അത് റേപ്പാണ്. വിത്തൗട്ട് കൺസെന്റ് വെൻ ഷീസ് അണ്ടർ 18 years. അടുത്തത് വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള അമെന്റ്മെന്റുകൾ വന്നിട്ടുള്ളതിന് ശേഷം വന്നിട്ടുള്ള സാധനമാണ്. നമുക്ക് അമെന്റ്മെന്റുകളെ പറ്റി പറയാം. ഇപ്പൊ നിലവിലെ നിയമം എങ്ങനെയാണ്? വിത്തൗട്ട് കൺസെന്റ് വെൻ ഷീസ് അണ്ടർ 18 years of age, 18 വയസ്സ് താഴെയുള്ള ഒരു സ്ത്രീയുമായിട്ട് കാർണൽ ഇന്റർകോഴ്സിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ ABCDയിൽ എന്തെങ്കിലും ഒരു പ്രവൃത്തി ഒരു പുരുഷൻ ചെയ്തു കഴിഞ്ഞാൽ അത് റേപ്പാണ്. കാരണം 18 വയസ്സിന് മുകളിലുള്ള ഒരു സ്ത്രീക്ക് മാത്രമേ കൺസെന്റ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 18 വയസ്സ് താഴെയുള്ള സ്ത്രീ കൺസെന്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് കൺസെന്റ് അല്ല. അടുത്തത് അൺഎബിൾ ടു കമ്മ്യൂണിക്കേറ്റ് ഹെർ കൺസെന്റ്. കൺസെന്റ് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല, കാരണം അവൾക്ക് കൺസെന്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ആ സമയത്തും ഒരു പുരുഷൻ കൺസെന്റ് ഉണ്ട് എന്ന് വിചാരിക്കാതിരിക്കുകയോ എങ്ങനെ ആയാലും അദ്ദേഹം കാർണൽ ഇന്റർകോഴ്സിലോ
ABCD ഏതെങ്കിലും ഡെഫിനിഷനിൽ ഏതെങ്കിലും ഒരു ആക്ടോ ചെയ്ത് കഴിഞ്ഞാൽ അത് റേപ്പാണ്. ഇനി എക്സ്പ്ലനേഷൻ, അത് വാജിന എന്താണ്, ലാബിയം മേജർ ആണെന്നുള്ള എക്സ്പ്ലനേഷൻ നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. ടു വേണ്ട. എഗ്രിമെന്റ് കൺസെന്റ് എന്താണെന്നുള്ളതാണ്. കൺസെന്റ് എന്ന് പറഞ്ഞാൽ അൺഇക്വൽ വോളണ്ടറി എഗ്രിമെന്റ് വെൻ ദ വുമൺ ബൈ വേർഡ്സ് ജസ്റ്റർ എനി ഫോംസ് ഓഫ് വെർബൽ ഓർ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ കൊണ്ടോ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആംഗ്യഭാഷ കൊണ്ടോ വാ കൊണ്ട് പറഞ്ഞുകൊണ്ടോ ഒരു സ്ത്രീ ബൈ വേർഡ്സ് ജസ്റ്റേഴ്സ് കൈ കൊണ്ട് ആംഗ്യം കാണിച്ച് വേർഡ്സ് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ എഴുതി കാണിച്ച് എങ്ങനെയെങ്കിലും ഒരു സ്ത്രീ അൺഇക്വൽ ആയിട്ടുള്ള ഒരു വോളണ്ടറി എഗ്രിമെന്റ് കൊടുക്കുകയാണ്. ഞാൻ നീയുമായിട്ട് സെക്സിൽ ഏർപ്പെടാൻ താല്പര്യപ്പെടുന്നു എന്നുള്ള അൺഇക്വൽ ആയിട്ടുള്ള ഒരു എഗ്രിമെന്റ് കൊടുക്കുകയാണ്. അത് അത്രയും ദൃഢമായിട്ടുള്ള എഗ്രിമെന്റ് ആയിരിക്കണം. എന്നാൽ മാത്രമേ അത് കൺസെന്റ് എന്ന് പറഞ്ഞ ഡെഫിനിഷൻ അടിപ്പെടുള്ളൂ. അതാണ് കൺസെന്റ്, അല്ലാത്ത ഒന്നും കൺസെന്റ് അല്ല. പ്രൊവൈഡ് ദാറ്റ് വുമൺഹുഡ്, ഇത് ഇമ്പോർട്ടന്റ് ആണ്. എ വുമൺ ഹു ഡസ് നോട്ട് ഫിസിക്കലി റെസിസ്റ്റ് ദ ആക്ട് ഓഫ് പെനിട്രേഷൻ ഷാൽ നോട്ട് ബൈ ദ റീസൺ ഓൺലി ഓഫ് ദാറ്റ് ഫാക്ട് ബി റിഗാർഡ് ആസ് കൺസെന്റ് വിത്ത് സെക്ഷൽ ആക്ടിവിറ്റി. അതാണ് ഒരു സെക്ഷൽ ആക്ടിവിറ്റി നടത്താനായിട്ട് ഒരു പുരുഷൻ വരുന്ന സമയത്ത് അവള് റെസിസ്റ്റ് ചെയ്തില്ല, പെനട്രേഷൻ ആക്ട് ഓഫ് പെനട്രേഷനെ അവൾ റെസിസ്റ്റ് ചെയ്തില്ല എന്ന് പറയുന്ന ഒരു ഫാക്ട് അവൾ അവിടെ കൺസെന്റ് കൊടുത്തു എന്ന ഫാക്ടിന് തുല്യമല്ല. അതായത് റെസിസ്റ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞ് കൺസെന്റ് ഉണ്ട് എന്ന് ഒരിക്കലും വിചാരിക്കരുത്. റെസിസ്റ്റ് ചെയ്ത സമയത്തും കൺസെന്റ് ഉണ്ടോ ഇല്ല എന്നുള്ളത് സെപ്പറേറ്റ് ഫാക്ടാണ്. രണ്ട് ഫാക്ടാണ്, രണ്ടും തമ്മിൽ ബന്ധമില്ല എന്നാണ് പറയുന്നത്. രണ്ട് കാര്യങ്ങളാണ്. ഒരു സ്ത്രീ റേപ്പ് ചെയ്യുന്ന സമയത്ത് റേപ്പ് ചെയ്യേണ്ട എന്ന് പറഞ്ഞ് റെസിസ്റ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് അവളുടെ കൺസെന്റും ആയിട്ട് ബന്ധമില്ല. ഫിസിക്കലി റെസിസ്റ്റ് ചെയ്തില്ല, അപ്പൊ വാക്കുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ. ഫിസിക്കലി റെസിസ്റ്റ് ചെയ്തില്ല, പക്ഷെ പെനട്രേഷനെ ഫിസിക്കലി റെസിസ്റ്റ് ചെയ്തില്ല, അത് കൺസെന്റ് ആണ് എന്ന് എടുക്കരുത് എന്നാണ് ആ പ്രൊവിഷൻ പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊവിഷനാണ്. ഇനി രണ്ട് എക്സെപ്ഷൻസ് ഉണ്ട്. ഒന്ന് മെഡിക്കൽ പ്രൊസീജിയേഴ്സ്. ഒരു മെഡിക്കൽ പ്രൊഫഷണൽ ചെയ്യുന്ന മെഡിക്കൽ പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ മെഡിക്കൽ ഇന്റർവെൻഷൻസ് ഒരു റേപ്പ് അല്ല. കാരണം അവിടെ ചിലപ്പോൾ കൺസെന്റ് ഉണ്ടാവില്ല. അപ്പോൾ പ്രൊസീജിയേഴ്സ് ഒന്നും റേപ്പിനുള്ളിൽ പെടുന്നതല്ല. ഓക്കെ, രണ്ടാമത്തെ എക്സെപ്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെക്ഷൽ ഇന്റർകോഴ്സ് ഓർ സെക്ഷൽ ആക്ട് ബൈ എ മാൻ വിത്ത് ഹിസ് ഓൺ വൈഫ്. ഒരു വ്യക്തി സ്വന്തം വൈഫുമായിട്ട്, സ്വന്തം ഭാര്യയുമായിട്ട് ചെയ്യുന്ന സെക്ഷൽ ഇന്റർകോഴ്സോ സെക്ഷൽ ആക്ട്സോ റേപ്പിനുള്ളിൽ പെടില്ല. പക്ഷേ ദ വൈഫ് നോട്ട് ബീയിങ് അണ്ടർ 18 years of age, വൈഫിന് 18 വയസ്സെങ്കിലും തികഞ്ഞിരിക്കണം. 18 വയസ്സ് തികയാത്ത സ്ത്രീയാണ് തന്റെ വൈഫെങ്കിൽ ആ വൈഫിനോടുള്ള സെക്ഷൽ ഇന്റർകോഴ്സ് പോലും റേപ്പാണ്. ഇത് ഇന്ത്യയിൽ മാരിറ്റൽ റേപ്പ് അല്ല എന്ന് പറയാൻ കാരണം ഇതാണ്. മാരേജിനകത്ത് വെച്ചിട്ടാണ് ഒരു ഹസ്ബൻഡ് ഒരു ഭാര്യയെ റേപ്പ് ചെയ്യുന്നെങ്കിൽ പോലും ആ റേപ്പ് അല്ല, ഒരു പണിഷബിൾ അല്ല, കൾപ്പബിൾ ആയിട്ടുള്ള ഒരു ആക്ട് അല്ല. IPC 15 വയസ്സിൽ താഴെയുള്ള ഒരു സ്ത്രീ ഭാര്യയാണെങ്കിൽ അവളുമായിട്ടുള്ള സെക്ഷൽ ഇന്റർകോഴ്സ് കുറ്റമായിരുന്നു, റേപ്പായിരുന്നു. 15 വയസ്സിൽ കൂടുതലാണെങ്കിൽ, 18 വയസ്സിൽ താഴെയാണെങ്കിൽ പോലും അതൊരു കുറ്റമല്ലായിരുന്നു IPC. പിന്നീട് പല ജഡ്ജ്മെന്റുകളിലൂടെയും 15 എന്ന് പറഞ്ഞത് 18 വായിക്കണമെന്ന് സുപ്രീം കോടതി പറഞ്ഞു. അതിനുശേഷം BNS വന്നപ്പോൾ 15 എന്ന് പറഞ്ഞത് നേരെ ആക്ടിൽ തന്നെ 18 ആക്കി മാറ്റി. അപ്പൊ അതിനെപ്പറ്റി നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. അത് നമുക്ക് ലീഗൽ ഹിസ്റ്ററി പറയുന്ന സമയത്ത് അതിനെപ്പറ്റി പറയാം. ഇനി എന്തൊക്കെയാണ് അഗ്രവേറ്റഡ് ഫോംസ്? BNS നിലവിലുള്ള ഈ റേപ്പിന്റെ അഗ്രവേറ്റഡ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി കൂടിയ ഫോംസ്, അതായത് റേപ്പ്, ഗാങ് റേപ്പ്, ഒന്നിൽ കൂടുതൽ ആൾക്കാർ ചേർന്ന് ചെയ്യുന്ന ഗാങ് റേപ്പ്, അല്ലെങ്കിൽ ഏതെങ്കിലും കസ്റ്റഡിയിൽ നടന്ന അല്ലെങ്കിൽ ഏതെങ്കിലും അതോറിറ്റിയിൽ ഇരിക്കുന്ന ആൾക്കാർ ചെയ്യുന്ന റേപ്പ്, ഗാർഡിയൻ ചെയ്യുന്നത്, അങ്ങനെ പലതരത്തിൽ റേപ്പിന്റെ ഫോംസ് മാറും, അഗ്രവേഷൻ വരും. അങ്ങനെ അഗ്രവേറ്റഡ് ആയിട്ടുള്ള ഫോംസ് ആണ് ഈ പറയുന്നത്. 63 പല തരം പണിഷ്മെന്റ് പറയുന്നു. ആരാണ് റേപ്പ് ചെയ്യുന്നത്, ഒരു സ്ത്രീയെ റേപ്പ് ചെയ്യുന്നതനുസരിച്ചിട്ടുള്ള എന്തൊക്കെ പണിഷ്മെന്റ് മാറ്റം വരുന്നു എന്നുള്ളതാണ് 63 പറയുന്നത്. 65 16 വയസ്സിൽ താഴെയുള്ള ഒരു സ്ത്രീയെ റേപ്പ് ചെയ്താൽ അതിന്റെ ശിക്ഷ എന്താണെന്ന് 65(1) പറയുന്നു. 65(2) BNS സെക്ഷൻ 65 സബ്സെക്ഷൻ 2 പറയുന്നു. 12 വയസ്സിൽ താഴെയുള്ള ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്യുന്നതെങ്കിൽ അതിന് ശിക്ഷ എന്താണെന്ന് പറയുന്നു. സെക്ഷൻ 66 പറയുന്നു റേപ്പ് റിസൾട്ടിംഗ് ഇൻ ഡെത്ത് ഓർ വെയിറ്റേജ് സ്റ്റേറ്റ് ഓഫ് വിക്ടിം. ആരെയാണോ റേപ്പ് ചെയ്യുന്നത് ആ സ്ത്രീക്ക് മരണം സംഭവിക്കുന്നു റേപ്പിന് ശേഷം, അല്ലെങ്കിൽ അത് വെജിറ്റേറ്റീവ് സ്റ്റേറ്റിലേക്ക് എത്തുന്നു, അദ്ദേഹം വെജിറ്റേറ്റീവ് സ്റ്റേറ്റ്, പെർമനന്റ് വെജിറ്റേറ്റീവ് സ്റ്റേറ്റ് എന്ന സ്റ്റേറ്റിലേക്ക് എത്തുന്നു. നമ്മൾ യൂത്തനൈസയുടെ കാര്യം പറഞ്ഞു. പെർമനന്റ് വെജിറ്റേറ്റീവ് സ്റ്റേറ്റിൽ എത്തുന്ന സമയത്ത് ആണ് നമ്മൾ മിക്കവാറും പാസീവ് യൂത്തനൈസി അവിടെ അപ്ലൈ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ആ ഒരു സംഭവം അപ്ലൈ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ എന്താണ് അക്യൂസ്ഡ് കൊടുക്കുന്ന ശിക്ഷ എന്നാണ് സെക്ഷൻ 66 പറയുന്നത്. 67 പറയുന്നു റേപ്പ് ബൈ ഹസ്ബൻഡ് അപ്പോൺ ഹിസ് വൈഫ് ഡ്യൂറിംഗ് സെപ്പറേഷൻ. ഇത് മാത്രമാണ് മാരിറ്റൽ റേപ്പ് ഈസ് നോട്ട് റേപ്പ് എന്ന് പറയുന്ന ആ ഒരു ജനറൽ ക്ലോസിന് ആ ഒരു എക്സെപ്ഷന് ഉള്ള എക്സെപ്ഷൻ. ആ എക്സെപ്ഷൻ ആണ് ഇത്. റേപ്പ് ബൈ ഹസ്ബൻഡ് അപ്പോൺ ഹിസ് വൈഫ് ഡ്യൂറിംഗ് സെപ്പറേഷൻ, അതായത് ജുഡീഷ്യൽ ഡിഗ്രി കൊണ്ടോ അല്ലെങ്കിൽ ജുഡീഷ്യൽ സെപ്പറേഷൻ വഴിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മ്യൂച്വൽ കൺസെന്റ് വഴിയോ വേർപിരിഞ്ഞ് താമസിക്കുന്ന ഹസ്ബൻഡ് ആൻഡ് വൈഫ്, അതിലെ ഹസ്ബൻഡ് വൈഫുമായിട്ട് സെക്ഷൽ ഇന്റർകോഴ്സിലോ സെക്ഷൽ ഇതിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അത് റേപ്പാണ്. സെക്ഷൻ 67 ആണ് പറയുന്നത്. അതാണ് മാരിറ്റൽ റേപ്പ് ഈസ് നോട്ട് റേപ്പ് എന്ന് BNS കൊടുക്കുന്ന, ഭാര്യ ന്യായ സംഹിത കൊടുക്കുന്ന മറ്റൊരു എക്സെപ്ഷൻ ആണ്. അടുത്തത് റേപ്പ് ബൈ എ പേഴ്സൺ അതോറിറ്റി. ഇത് ഒരുപാട് കേസ് ലോസ് പ്രകാരം വന്നിട്ടുള്ള IPC ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ BNS ഒറിജിനൽ സെക്ഷനായി മാറിയിട്ടുണ്ട്. സെക്ഷൻ 68 അതോറിറ്റിയിലുള്ള ഒരു വ്യക്തി റേപ്പ് ചെയ്യുന്നത്. റേപ്പ് ബൈ യൂസിങ് ഡിസീഫുൾ മീൻസ്, പറഞ്ഞ് പറ്റിച്ച്
വിവാഹ വാഗ്ദാനം നടത്തി പറ്റിക്കും, അല്ലെങ്കിൽ പറഞ്ഞു പറ്റിച്ച്, അല്ലെങ്കിൽ മറ്റൊരാളാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അങ്ങനെയൊക്കെ ഒരു കൺസെന്റ് വാങ്ങിച്ചുകൊണ്ട് ചെയ്യുന്ന സെക്ഷൽ ആക്ടിവിറ്റികളാണ് ഇതിൽ പെടുന്നത്. സെക്ഷൻ 16 റേപ്പ് യൂസിംഗ് ഡിസീഫുൾ മീൻസ്. ഗ്യാങ് റേപ്പ് സെക്ഷൻ 70 സബ്സെക്ഷൻ 1. ഗ്യാങ് റേപ്പ് അപ്പോൺ വുമൺ അണ്ടർ 18 years of age, അതാണ് സെക്ഷൻ 70 സബ്സെക്ഷൻ 2. ഇനി റിപ്പീറ്റഡ് ഒഫൻഡേഴ്സിന് എന്തൊക്കെ? ഒരു തവണ ഇതുപോലെ റേപ്പ് ചെയ്തു, അയാളെ പിടികൂടി ശിക്ഷ കൊടുത്തു. ഇനി വീണ്ടും ചെയ്തു കഴിഞ്ഞാൽ ആ സ്ത്രീയിൽ തന്നെ അല്ല, ആരെങ്കിലും റേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ഒന്നിൽ കൂടുതൽ തവണ ചെയ്യുന്ന ആൾക്കാർക്ക് റിപ്പീറ്റഡ് ഒഫൻഡേഴ്സിന് എന്തൊക്കെ ശിക്ഷ കൊടുക്കണം എന്നുള്ളതാണ് സെക്ഷൻ 70 പറയുന്നത്. ഡെത്ത് വരെ പണിഷ് ചെയ്യാൻ പറ്റും, ഡെത്ത് പെനാൽറ്റിയും കൊടുക്കാം. അതാണ് ഇതിൽ പറയുന്നത്. ഇനി നമുക്ക് റേപ്പ് ലോസിന്റെ ലീഗൽ ഹിസ്റ്ററിയിലേക്ക് വരാം. ഇന്ത്യയിലെ നമ്മൾ ആദ്യം തന്നെ ഇന്ത്യയുടെ ലീഗൽ ഹിസ്റ്ററി നോക്കുന്ന സമയത്ത് കൊളോണിയലിസത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ ബ്രിട്ടീഷ് ഇന്ത്യയെ അടക്കി ഭരിക്കുന്ന സമയത്ത് ആണ് നമ്മുടെ നിയമങ്ങൾ ഇങ്ങോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇംഗ്ലീഷ് കോമൺ ലോ ആണ് നമുക്ക് ഇതിന്റെ ബേസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്, നമ്മുടെ ഇന്ത്യൻ ലോയുടെ തന്നെ. അപ്പോൾ ആദ്യത്തെ ഏർലി 1600s ആ സമയത്ത് പല ജൂറിസ്റ്റുകളെ, ഫേമസ് ഉള്ള ജൂറിസ്റ്റുകളുടെയും മൈൻഡ് സെറ്റ് കണ്ടെത്താൻ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് റേപ്പ് എന്ന് പറയുന്ന ഒരു ക്രൈമിനെ അന്നത്തെ ജൂറിസ്റ്റുകളും അന്നത്തെ പൊതുസമൂഹവും കണ്ടിരുന്നതെന്ന്. ഇപ്പൊ സർ മാത്യു ഹെയിൽ, ഇദ്ദേഹം ഏർലി 1600s ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസിന്റെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. അദ്ദേഹം പറഞ്ഞത് റേപ്പിനെ പറ്റി പറഞ്ഞ ഇങ്ങനെയാണ്: റേപ്പ് an accusation easily to be made and hard to be proved and hard to be defended by the party accused though never so innocent. ഇത് വായിക്കുമ്പോൾ നമുക്ക് ഒരു പെട്ടെന്ന് ഈ ഇന്നസെന്റ് ആരെ പറ്റിയാണ് പറഞ്ഞതെന്ന് നമുക്ക് തോന്നാം. ആ ഇന്നസെന്റ് ആരെ പറ്റിയാണ് പറഞ്ഞതെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. an accusation easily to be made and hard to be proved. വളരെ പെട്ടെന്ന് മേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അലിഗേഷൻ അല്ലെങ്കിൽ അക്യൂസേഷൻ, ഇന്നയാൾ എന്നെ റേപ്പ് ചെയ്തു എന്ന് പെട്ടെന്ന് ഒരു സ്ത്രീക്ക് ആർക്കും പറയാമെന്നാണ് പറയുന്നത്. അദ്ദേഹം പറഞ്ഞ ഡെഫിനിഷനാണ്. ആൻഡ് ഹാർഡ് ടു ബി പ്രൂവ്, എന്നാൽ പ്രൂവ് ചെയ്യാൻ വളരെ പാടാണ്. ഹാർഡ് ടു ബി ഡിഫെൻഡഡ് ബൈ ദ പാർട്ടി അക്യൂസ്, എന്നാൽ അതിലേറെ പാടാണ് ആരെയാണോ അക്യൂസ് ചെയ്തിട്ടുള്ളത്, ആരാണോ കുറ്റം ചെയ്തു എന്ന് ആരോപിക്കപ്പെടുന്നത്, കുറ്റാരോപിതനായിട്ടുള്ള പ്രതി എന്ന് പറയുന്ന വ്യക്തി, ആ വ്യക്തിക്ക് ഡിഫെൻഡ് ചെയ്യാൻ അതിനേക്കാളും പാടാണ്, അതിനേക്കാളും ഹാർഡാണ്. ദോ നെവർ സോ ഇന്നസെന്റ്, എന്നാലും ഇത് വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള അക്യൂസേഷൻ അല്ല. ഈ അക്യൂസേഷനെ പറ്റിയാണ് അദ്ദേഹം പറഞ്ഞു ദോ നെവർ സോ ഇന്നസെന്റ് എന്ന് പറയുന്നത്. അതിനാൽ ഈ മിക്കവാറും ഉള്ള അക്യൂസേഷൻസ് എല്ലാം വെറുതെ ആയിരിക്കും. ആക്ച്വലി അവിടെ റേപ്പ് എന്ന് പറഞ്ഞ സമയം ഉണ്ടായിട്ടുണ്ടാവില്ല എന്നാണ് ഈ 1600s ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസിന്റെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സർ മാത്യു ഹെയിൽ പറഞ്ഞിട്ടുള്ളത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും എന്തായിരുന്നു അന്നത്തെ മൈൻഡ് സെറ്റ് എന്നുള്ളത്. പാട്രിയോട്ടിക്കൽ മൈൻഡ് സെറ്റ് ആയിരുന്നു അന്നുണ്ടായത്. അന്ന് സ്ത്രീകളെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഒബ്ജക്റ്റ് ആയിട്ട്, പുരുഷന്റെ ഒരു ഒബ്ജക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ പ്രോപ്പർട്ടി ആയിട്ട് കണ്ടിരുന്ന ആ സമയങ്ങളാണ്. എന്നിട്ട് ആദ്യമായിട്ട് ഇന്ത്യയിൽ റേപ്പിനെ സംബന്ധിച്ച പ്രൊവിഷൻസ് ഇൻക്ലൂഡ് ചെയ്ത് വരുന്ന നിയമം എന്ന് പറയുന്നത്, കോഡിഫൈഡ് ആയിട്ടുള്ള നിയമം എന്ന് പറയുന്നത് എന്നാണോ ലോർഡ് മെക്കാളെ, തോമസ് ബാങ്ക്ടൺ മെക്കാളെ നമ്മൾ ഒറിജിനൽ പേരുള്ള ലോർഡ് മെക്കാളെ എന്ന് വിളിക്കുന്ന അദ്ദേഹം, ഫേമസ് ആയിട്ടുള്ള ജൂറിസ്റ്റ് ആയിട്ടുള്ള അദ്ദേഹം 1860 ഇന്ത്യൻ പീനൽ കോഡ് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്താണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് റേപ്പിനെ സംബന്ധിക്കുന്ന ഒരു പ്രൊവിഷൻ തന്നെ ഏതെങ്കിലും ഒരു നിയമത്തിൽ വരുന്നത്. പിന്നീട് നമ്മളിപ്പോൾ 2023 ഭാരതീയ ന്യായ സംഹിത വരുന്നത് വരെ 1860 ഈ കോഡായിരുന്നു ഫോളോ ചെയ്യുന്നത്. ഇപ്പോഴും ഈ കോഡിന്റെ ഉണ്ടായിരുന്ന ചെറിയ നാരോ ഡെഫിനിഷൻ ആയിരുന്നു, അതിനെ വൈഡൻ ചെയ്താണ് ഇപ്പോൾ ഉപയോഗിക്കുന്നതുള്ളൂ. 2023 നമ്മൾ അത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. പല അമെൻമെന്റ്സ് വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ അതിൽ. ഇനി നമുക്ക് ഫേമസ് ആയിട്ടുള്ള കേസുകൾ നോക്കാം. അതായത് നിലവിൽ നമ്മൾ കാണുന്ന ഈ റേപ്പ് ലോസ് അതെങ്ങനെയാണ് ഇത്രയും ഡെവലപ്ഡ് ആയി വന്നത്, ഇത്രയും ഡെവലപ്ഡ് ആവുന്നത് ഇനിയും ഡെവലപ്ഡ് ആവാനുണ്ട്. ഇതുവരെ എങ്ങനെയാണ് സിവിലൈസ്ഡ് ആയിട്ട് വന്നാൽ നമുക്കറിയണ്ടേ. അതിന് വേണ്ടിയുള്ള അതിന്റെ നാൾ വഴികളായിട്ട് നമുക്ക് കുറച്ച് കേസ് ലോസ് നോക്കാം. ആദ്യം തന്നെ മധുര റേപ്പ് കേസ്. നിങ്ങൾ കേട്ട മധുര എന്ന പെൺകുട്ടി, ഇത് പെൺകുട്ടിയുടെ പേരാണ് മധുര. തുക്കാറാം ആൻഡ് അതേഴ്സ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര എന്ന് പറഞ്ഞ കേസാണ്. 1979 ഇതിന്റെ വിധി വന്നിട്ടുള്ളത്. സുപ്രീം കോടതിയുടെ വിധി. ആ കേസാണ് ആദ്യമായിട്ട് ഒരു ഇന്ത്യൻ റേപ്പ് ലോയിൽ ഒരു വഴിത്തിരിവാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. എന്തായിരുന്നു സംഭവം എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ആദിവാസികളായിട്ടുള്ള ഒരു മധുര എന്ന് പറഞ്ഞ പെൺകുട്ടി, ടീനേജ് ഗേൾ, പുള്ളിക്കാരി 2 പോലീസ്മെൻ ചേർന്ന് കസ്റ്റോഡിയൽ റേപ്പ് നടത്തി. 2 പോലീസ്മെൻ കസ്റ്റഡിയിലെടുത്ത് റേപ്പ് നടത്തി. 1972 സംഭവം. 79 ഇതിന്റെ ഫൈനൽ വിധി വരുന്നതേ ഉള്ളൂ. അപ്പീൽ പോയി 79 സുപ്രീം കോടതി വിധി വരുന്നതേ ഉള്ളൂ. സെഷൻസ് കോർട്ട് എന്താ ചെയ്തത്? 2 പോലീസ്മെനെ അക്യൂറ്റ് ആണ് ചെയ്തത്. അക്യൂറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ വെറുതെ വിട്ടു. 2 പോലീസ്മെനെയും അക്യൂറ്റ് ചെയ്തു. എന്ത് പറഞ്ഞുകൊണ്ടാണ് അക്യൂറ്റ് ചെയ്തത്? ദ പ്രോസിക്യൂഷൻ ഹാഡ് ഫെയിൽഡ് ടു പ്രൂവ് ഇറ്റ്സ് കേസ്. പ്രോസിക്യൂഷൻ അവരുടെ കേസ് പ്രൂവ് ചെയ്യാനായിട്ട് അവർക്ക് സക്സസ് ആയില്ല, അവർ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ടാണ് സെഷൻസ് കോടതി അവരെ വെറുതെ വിട്ടത്. കോടതി പറഞ്ഞു ഷീ ഹാഡ് സെക്ഷൽ ഇന്റർകോഴ്സ് വൈൽ അറ്റ് ദ പോലീസ് സ്റ്റേഷൻ. പോലീസ് സ്റ്റേഷനിൽ വെച്ച് അവൾ സെക്ഷൽ ഇന്റർകോഴ്സിൽ ഏർപ്പെട്ടു എന്ന് പറഞ്ഞാൽ ശരിയാണ്. പക്ഷേ there was a world of difference between sexual intercourse and rape. എന്നാൽ റേപ്പും സെക്ഷൽ ഇന്റർകോഴ്സും തമ്മിൽ വളരെ വലിയ ഡിഫറൻസ് ഉണ്ട്. ഇത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, നമുക്ക് തോന്നും
ഇത് പോസിറ്റീവായിട്ടാണല്ലോ പറഞ്ഞു പോകുന്നത്, അല്ല ഇത് നെഗറ്റീവായിട്ടാണ് പറഞ്ഞു പോകുന്നത്. അതായത് അവിടെ നടന്ന സെക്ഷൽ ഇന്റർകോഴ്സ് ആണെന്നും അവിടെ നടന്ന റേപ്പ് അല്ല എന്നുമാണ് കോടതി എന്ന് പറഞ്ഞത്. ഷി വാസ് ഹാബിച്വേറ്റഡ് ഓഫ് സെക്ഷൽ ഇന്റർകോഴ്സ്. അവൾ സെക്ഷൽ ഇന്റർകോഴ്സ് സ്ഥിരമായി ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു എന്നാണെന്ന് കോടതി പറഞ്ഞത്. അപ്പൊ നമുക്ക് മനസ്സിലാവും അന്നത്തെ മൈൻഡ് സെറ്റ്. അപ്പോൾ 1979 ഇന്ത്യൻ കോടതികളുടെ മൈൻഡ് സെറ്റ് നമുക്ക് മനസ്സിലാവും. ആൻഡ് ദസ് കൺസെന്റ് വാസ് വോളണ്ടറി. അതാണ് മറ്റൊരു ഇതെന്ന് പറയുന്നത്, കോൺട്രവേഴ്സി. ഹാബിച്വേറ്റഡ് ഓഫ് സെക്സ്വൽ ഇന്റർകോഴ്സ് ആണ്, മാത്രമല്ല ദസ് കൺസെന്റ് വാസ് വോളണ്ടറി. അതുകൊണ്ട് അവളുടെ കൺസെന്റ് വോളണ്ടറി ആയിരുന്നു, അവൾ കൺസെന്റ് കൊടുത്തതാണ്. അങ്ങനെ നടന്ന റേപ്പ് അല്ല, അങ്ങനെ നടന്ന സെക്ഷൽ ഇന്റർകോഴ്സ് ആണ് അവിടെ ഉണ്ടായത്, അത് റേപ്പ് ആയിരുന്നില്ല എന്നാണ് മധുര കേസിൽ കോടതി കണ്ടെത്തിയത്. അപ്പോൾ അപ്പീൽ പോയപ്പോൾ ബോംബെ ഹൈക്കോടതി, സെഷൻസ് കോടതിയാണ് അത് പറഞ്ഞത്, ബോംബെ ഹൈക്കോടതിയിലാണ് അപ്പീൽ പോയത്. ബോംബെ ഹൈക്കോടതി എന്ത് ചെയ്തു? 2 അക്യൂസിനെയും അവരെ കൺവിക്ട് ചെയ്തു. അവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി അവരെ സെന്റൻസ് ചെയ്തു. അതിൽ പറഞ്ഞതാണ് ഇത് പാസീവ് സബ്മിഷൻ ആണെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ പാസീവ് സബ്മിഷൻ ഉണ്ടെന്നാണ് പറഞ്ഞു കോടതിയിൽ. അപ്പൊ ചെയ്യാൻ ഇവിടുന്ന് ഇറങ്ങിച്ചതും അവിടെ എത്തിയില്ല എന്ന് പറയുന്ന പോലെ കുറച്ച് ഇൻ ഫേവർ ഓഫ് ദ വിക്ടിം കണ്ടെത്തി, എന്നാൽ അങ്ങ് എത്തിയതുമില്ല. ദ ഗേൾ ഫെൽറ്റ് ഹെൽപ്ലെസ് ഇൻ ദ പ്രസൻസ് ഓഫ് പേഴ്സൺ അതോറിറ്റി. അതോറിറ്റിയിലുള്ള പേഴ്സൺസിന്റെ ഫ്രണ്ടിൽ അവൾ ഹെൽപ്ലെസ് ആയി പോയി. കാരണം ഈ പോലീസ്മെൻ അതോറിറ്റിയിലുള്ള ആൾക്കാരാണ്. അവരുടെ പ്രസൻസിൽ അവൾ ഹെൽപ്ലെസ് ആയി പോയി. ആൻഡ് ഇൻഫേർഡ് ദാറ്റ് ഹർ സബ്മിഷൻ വാസ് എ റിസൾട്ട് ഓഫ് ഫിയർ ആൻഡ് ദെയർഫോർ കൺസെന്റ് ഇൻ ദ ഐസ് ഓഫ് ലോ, നോ കൺസെന്റ്. അതുകൊണ്ട് അങ്ങനെ കൊടുത്ത ഒരു പാസീവ് സബ്മിഷൻ ആയതുകൊണ്ട് ആ സബ്മിഷന് വേണ്ടി കൊടുത്ത കൺസെന്റ് എന്ന് പറയുന്നത് ഒരു കൺസെന്റ് അല്ല എന്ന് ഹൈക്കോർട്ട് ഓഫ് ബോംബെ കണ്ടെത്തി. സുപ്രീം കോടതി എന്ത് ചെയ്തു? ഈ ജഡ്ജ്മെന്റ് റിവേഴ്സ് ചെയ്തു. ഹൈക്കോർട്ട് ഓഫ് ബോംബെ കുറച്ചുകൂടി ഒരു നല്ലൊരു വ്യൂ കണ്ടെത്തി. അവരെ പാസീവ് സബ്മിഷൻ എന്ന് പറയുന്ന സാധനം ശരിയല്ലെങ്കിൽ കൂടി അവരെ അക്വിറ്റ് ചെയ്യുന്നതിൽ നിന്ന് റിവേഴ്സ് ചെയ്ത് അവരെ സെന്റൻസ് ചെയ്തുകൊണ്ടാണ് ഇത് പറഞ്ഞത്. എന്നാൽ സുപ്രീം കോടതി ജഡ്ജ്മെന്റിനെ റിവേഴ്സ് ചെയ്തു. അവരെ പിന്നെ അക്വിറ്റ് ചെയ്തു, അവരെ വെറുതെ വിട്ടിട്ട് പറഞ്ഞതാണ് there were no marks of injury on the girl. ആ ഗേളിൽ ഇഞ്ചുറിയുടെ മാർക്സ് ഒന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് അവളെ റേപ്പ് ചെയ്തു നമുക്ക് പറയാൻ പറ്റില്ല എന്നാണ് കോടതി പറഞ്ഞത്. ആൻഡ് ദ ഗേൾ ഹാഡ് റേസ് നോ അലാം. ഈ സ്ത്രീ, അതായത് ഈ പെൺകുട്ടി ഒരു അലാമും റേസ് ചെയ്യില്ല. അവർ നിലവിളിക്കുകയോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ ഓടിക്കൂടാൻ വേണ്ടി അലമുറയിടുകയോ അങ്ങനെ ഒരു കാര്യം റെസിസ്റ്റ് ചെയ്യുകയോ ഒന്നും ചെയ്തില്ല എന്നാണ് കോടതി കണ്ടത്. ചിന്തിക്കരുത്, കോസ് വാസ് എ പീസ്ഫുൾ അഫെയർ. അതുകൊണ്ട് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അതൊരു പീസ്ഫുൾ ആയിട്ടുള്ള 2 പേരല്ല 3 പേരും ചേർന്നുകൊണ്ട് ശരി നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു അഫെയർ ആയിട്ടാണ് കോടതി അതിനെ കണ്ടത്, സുപ്രീം കോടതി അതിനെ കണ്ടത്. ഈ ഒരു ജഡ്ജ്മെന്റ് വന്നപ്പോൾ ഇന്ത്യയിൽ വൈൽഡ് പ്രൊട്ടസ്റ്റുകൾ നടന്നു. ഭയങ്കര വൈൽഡായിട്ടുള്ള പ്രൊട്ടസ്റ്റ് നടന്നു. കാരണം സുപ്രീം കോടതിയുടെ കണ്ടെത്തൽ തികച്ചും പാട്രിയാർക്കിക്കൽ ആയിട്ടുള്ള ഒരു കണ്ടെത്തൽ നമുക്ക് വേണമെങ്കിൽ പറയാം. ഒരു സിവിലൈസ്ഡ് ആയിട്ടുള്ള കണ്ടെത്തലാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓണറബിൾ സുപ്രീം കോടതി കണ്ടെത്തലാണെങ്കിൽ പോലും അന്ന് നടന്നതാണ്. 4 പ്രൊഫസേഴ്സ്, ഭൂപേന്ദ്ര ബക്സി, രഘുനാഥ് കെൽക്കർ, ലോതിക സർക്കാർ ആൻഡ് വസുധ ധമകുമാർ, ഈ 4 പ്രൊഫസേഴ്സ് ഇവര് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് ഒരു ഓപ്പൺ ലെറ്റർ എഴുതി പറഞ്ഞു ഇതിൽ കൺസെന്റ്, ഈ ജഡ്ജ്മെന്റിലെ കൺസെന്റ് എന്ന് പറഞ്ഞ് പാസീവ് സബ്മിഷൻ കൺസെന്റ് എന്നെല്ലാം പറഞ്ഞിട്ടുള്ള ആ കൺസെന്റ് ആക്ച്വലി അത് കണ്ടെത്തിയത് തെറ്റാണ് എന്നാണ് ഓപ്പൺ ലെറ്ററിൽ അവർ ഒപ്പീൻ ചെയ്ത്. അവർ പറഞ്ഞു കൺസെന്റ് ഇൻവോൾവ് സബ്മിഷൻ ബട്ട് ദ കൺവേഴ്സ് ഇസ് നോട്ട് നെസസറി ടു. കൺസെന്റിൽ എപ്പോഴും സബ്മിഷൻ ഉണ്ടാവും. കൺസെന്റ് സമ്മതം കൊടുക്കുമ്പോൾ സബ്മിഷൻ നടക്കും. പക്ഷെ സബ്മിഷനിൽ എപ്പോഴും കൺസെന്റ് ആണോ നിർബന്ധമില്ല. അതായത് ഒഴുകുന്നതെല്ലാം വെള്ളം ഒഴുകും, എന്നാൽ ഒഴുകുന്നതെല്ലാം വെള്ളമല്ല എന്ന് പറയുന്നത് പോലെയാണ്. നോർ ഈസ് ആബ്സെൻസ് ഓഫ് റെസിസ്റ്റൻസ് നെസസറി ഇൻഡിക്കേറ്റീവ് ഓഫ് കൺസെന്റ്. മാത്രമല്ല ആബ്സെൻസ് ഓഫ് റെസിസ്റ്റൻസ്, അവൾ അവിടെ റെസിസ്റ്റ് ചെയ്തില്ല, അവൾ എന്നെ ബലാത്കാരമായി ഉപദ്രവിക്കരുത്, റേപ്പ് ചെയ്യരുത് എന്ന് റെസിസ്റ്റ് ചെയ്തില്ല എന്ന് പറയുന്നത് ഒരിക്കലും കൺസെന്റിന്റെ ഇൻഡിക്കേഷൻ അല്ല. റെസിസ്റ്റ് ചെയ്തില്ല എന്ന് വിചാരിച്ച് സമ്മതം കൊടുത്തു എന്ന് പറയാൻ പറ്റില്ല എന്ന് അവർ ഓപ്പൺ ലെറ്ററിൽ ഡിക്ലെയർ ഓപ്പൺ ചെയ്തു. ഇതിനുശേഷം ഫോറം എഗൻസ്റ്റ് ഓപ്പറേഷൻ ഓഫ് വിമൻ എന്ന് പറയും മുംബൈ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഫെമിനിസ്റ്റ് ഗ്രൂപ്പ് ഇവരെ മെർജ് ചെയ്തു. ഇവരെന്ത് ചെയ്തു? ഈ ജഡ്ജ്മെന്റ് റിവ്യൂ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. മാത്രമല്ല അത് കൂടാതെ ഒരുപാട് കസ്റ്റഡിയൽ റേപ്പ് കേസുകളും സബ്സിക്വന്റ് ആയിട്ട് നടന്നു. ഇതുപോലെ പോലീസ്മെൻ കസ്റ്റഡിയിൽ ഇരിക്കുന്ന പെൺകുട്ടികളെ റേപ്പ് ചെയ്ത് കൊലപ്പെടുത്തുകയോ അങ്ങനെ ചെയ്യുന്ന ഒരുപാട് കേസുകളും സബ്സിക്വന്റ് ആയിട്ട് ഈ മധുര റേപ്പ് കേസും സബ്സിക്വന്റ് ആയിട്ട് നടന്നു. ഇതിന്റെ എല്ലാത്തിന്റെയും ആകെ തുകയായിട്ടാണ് 1983 സെക്കൻഡ് അമെന്റ്മെന്റ് ആക്ട്, ക്രിമിനൽ ലോ സെക്കൻഡ് അമെന്റ്മെന്റ് ആക്ട് നിലവിൽ വരുന്നത്. അതായത് അന്നത്തെ CRPC
IPC, എവിഡൻസ് ആക്ട് ഇതുപോലെ ക്രിമിനൽ നടപടിക്രമങ്ങളെയും ക്രിമിനൽ കേസുകളെ ബന്ധപ്പെട്ട തെളിവ് ശേഖരണം അതുപോലുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങളെല്ലാം അമെൻഡ് ചെയ്യാനും വേണ്ടിയിട്ടാണ് 1983 സെക്കൻഡ് ക്രിമിനൽ അമെൻമെന്റ് ആക്ട് വരുന്നത്. മധുര റേപ്പ് കേസ്, അതിന് സബ്സിക്വന്റ് ആയിട്ട് വന്ന കസ്റ്റഡിയൽ റേപ്പ് കേസുകളൊക്കെയാണ് ഇതിന്റെ പിന്നിലുണ്ടായ, അത് എന്തുകൊണ്ടാണ് ഗവൺമെന്റ് അത് ഇറക്കാൻ അല്ലെങ്കിൽ പാർലമെന്റ് അത് പാസ്സാക്കാനുണ്ടായ കാരണം അതാണ്. അവിടെ എന്തൊക്കെ സംഭവിച്ചത്, എന്തൊക്കെ സെക്ഷൻസ് ആണ് പുതുതായിട്ട് ഇൻക്ലൂഡ് ചെയ്ത്? സെക്ഷൻ 376B ബൈ പബ്ലിക് സെർവന്റ് ബൈ ടേക്കിംഗ് അഡ്വാൻറ്റേജ് ഓഫ് ദ പൊസിഷൻ. ഒരു അതോറിറ്റി ഉള്ള പബ്ലിക് സെർവന്റ് ആ പൊസിഷൻ ഉപയോഗിച്ചുകൊണ്ട് റേപ്പ് ചെയ്യുന്നതിന് സെക്ഷൻ 376B പണിഷ് ചെയ്തു. സെപ്പറേറ്റ് പ്രൊവിഷൻ, അതായത് ഒരു അഗ്രവേറ്റഡ് ഫോം ആക്കി മാറ്റിയതിനെ. സാധാരണ റേപ്പ് അല്ല, കുറച്ചുകൂടി അഗ്രവേറ്റഡ് ആണ്, കുറച്ചുകൂടി ശിക്ഷ അർഹിക്കുന്ന ഒരു കുറ്റമാണെന്ന തരത്തിൽ പുതിയൊരു സെക്ഷൻ ആഡ് ചെയ്തു. 376B. 376C ആഡ് ചെയ്തു. അതിൽ ഒരു ജയിലിന്റെ സൂപ്രണ്ടന്റ് അല്ലെങ്കിൽ മാനേജർ അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷന്റെ കസ്റ്റോഡിയൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ, അതായത് ഇപ്പം ഒരു പ്ലേസ് ഓഫ് സേഫ്റ്റി അല്ലെങ്കിൽ അതുപോലുള്ള ഏതെങ്കിലും ജയിലല്ലാത്ത കസ്റ്റഡിയിൽ വയ്ക്കുന്ന ഏതെങ്കിലും സ്ഥാപനങ്ങൾ, റിമാൻഡ് ഹോം, ജൂനൈൽ ഹോം അതുപോലുള്ള ഹോമുകൾ, അല്ലെങ്കിൽ സൈക്യാട്രിക് നഴ്സിംഗ് ഹോം അതുപോലുള്ള ഹോമുകളിലെ മാനേജേഴ്സ്, അവരൊരു സ്ത്രീയെ റേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി അഗ്രവേറ്റഡായിട്ടുള്ള പണിഷ്മെന്റ് 376C ഇൻക്ലൂഡ് ചെയ്തു. അതുപോലെ 376D, ഒരു ഹോസ്പിറ്റലിന്റെ സ്റ്റാഫോ ഒരു ഹോസ്പിറ്റലിന്റെ മാനേജ്മെന്റിലുള്ള ഏതെങ്കിലും വ്യക്തിയോ ഒരു സ്ത്രീയെ റേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ തന്നെ 376 പറയാൻ കൊടുത്തിരിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ കൂടി ശിക്ഷ കൊടുക്കണമെന്ന തരത്തിൽ 376D. അതുപോലെ തന്നെ 228A എന്ന് പറയുന്ന സെക്ഷൻ ആഡ് ചെയ്തു. ഈ സെക്ഷൻ നമുക്ക് എല്ലാവർക്കും പരിചിതമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വിക്ടിമിന്റെ ഐഡന്റിറ്റി ഒരിക്കലും വെളിപ്പെടുത്തുന്ന തരത്തിൽ മീഡിയയിലോ അല്ലെങ്കിൽ പുറത്തോ ഈ കാര്യം പറയാൻ പാടില്ല, അല്ലെങ്കിൽ വിക്ടിമിന്റെ പേര് അല്ലെങ്കിൽ വിക്ടിമിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കാര്യങ്ങളും എവിടെയും പബ്ലിഷ് ചെയ്യാൻ പാടില്ല എന്നുള്ള സെക്ഷൻ 228A പറയുന്നത്. അത് ആര് ചെയ്താലും കുറ്റകരമാണ്. ചില എക്സെപ്ഷൻസ് ഉണ്ട്, പോലീസിന് അല്ലെങ്കിൽ വിത്ത് അതോറിറ്റി ഓഫ് വിത്ത് ദ പെർമിഷൻ ഓഫ് കോർട്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ വിത്ത് ദ പെർമിഷൻ ഓഫ് വിക്ടിം, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ അത് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതുപോലെ സെക്ഷൻ 114C, അത് ഇന്ത്യൻ എവിഡൻസ് ആക്ടിലാണ് ഇത് ചെയ്തത്. അതായത് ഒരു റേപ്പ്, അത് പ്രിസംപ്ഷൻ ഓഫ് ആബ്സെൻസ് ഓഫ് കൺസെന്റ് ഇല്ല എന്ന് പ്രസ്യൂം ചെയ്യും. ഒരു റേപ്പ് അലിഗേഷനോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സെക്ഷൽ അലിഗേഷനോ വന്നു കഴിഞ്ഞാൽ, 376 മാത്രമല്ല ബാക്കി എന്ത് അലിഗേഷൻ വന്നു കഴിഞ്ഞാൽ അതിൽ ആദ്യം കൺസെന്റ് ഇല്ലാതെയാണ് അത് ചെയ്തത് എന്ന് കോടതി പ്രസ്യൂം ചെയ്യും. കൺസെന്റ് ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കേണ്ട ബാധ്യത കുറ്റാരോപിതനാണ്. റിവേഴ്സ് ബേർഡൻ ഓഫ് പ്രൂഫ് ആണ് അവിടെ വരുന്നത്. അത് സെക്ഷൻ 114C, ആ ഒരു പ്രിസംപ്ഷൻ നമ്മുടെ ഇന്ത്യൻ എവിഡൻസ് ആക്ടിൽ ആഡ് ചെയ്തു. ഇത്രയും കാര്യങ്ങളാണ് ഈ അമെൻമെന്റ് ആക്ട് പ്രകാരം വന്നിട്ടുള്ളത്. അടുത്ത ലാൻഡ്മാർക്ക് ആയിട്ടുള്ള കേസാണ് നിർഭയ കേസ്. നിർഭയ 2012 നിർഭയ കേസ് നടക്കുന്നത്. 2012 അതൊരു ബ്രൂട്ടൽ ഗ്യാങ് റേപ്പ് ആയിരുന്നു. നിർഭയ എന്നാണ് ആ പെൺകുട്ടിക്ക് മീഡിയ കൊടുത്ത പേര്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ 288 പ്രകാരം പെൺകുട്ടിയുടെ പേരോ പെൺകുട്ടിയെ ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു കാര്യം വെളിപ്പെടുത്താൻ പാടില്ല. അതുകൊണ്ട് ആ പെൺകുട്ടിക്ക് ഒരു പേര് കൊടുത്തു, നിർഭയ. അപ്പോൾ നിർഭയ റേപ്പ് കേസ് ഇതായിരുന്നു. 2012 നടന്നു. 6 പേര്, 6 men, അവള് ഒരു ഡൽഹിയിൽ വെച്ചിട്ടൊരു ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് 6 പേര് അവളെ ബ്രൂട്ടലി റേപ്പ് ചെയ്തു. മാത്രമല്ല അവളുടെ ഇന്റേണൽ ഓർഗൻസ് വെർ പുൾഡ് ഔട്ട് ആൻഡ് ഹർ പ്രൈവറ്റ് പാർട്സ് വെർ മ്യൂട്ടിലേറ്റഡ് ഇൻ എ വെരി ഇൻഹ്യൂമൻ മാനർ. വളരെ മാനുഷിക പരിഗണന പോലും കൊടുക്കാതെ അവളുടെ ഇന്റേണൽ ഓർഗൻസ് എല്ലാം പുള്ളി ചെയ്ത് അവളുടെ പ്രൈവറ്റ് ആയിട്ടുള്ള പാർട്ടുകളെ ഭയങ്കരമായിട്ട് വൃത്തിയാക്കി മ്യൂട്ടിലേറ്റ് ചെയ്തു. പിന്നീട് 29/12/2012 അവള് ഈ ഇഞ്ചുറീസ് കാരണം മരണപ്പെട്ടു. ഇതിലെ 4 അക്യൂസ്ഡുകളെ കൺവിക്ട് ചെയ്തു. എന്തിനൊക്കെ വേണ്ടി കൺവിക്ട് ചെയ്തു? അതായത് ശിക്ഷിച്ചു. റേപ്പിന്, കിഡ്നാപ്പിങ്ങിന്, മർഡറിന്, ഡിസ്ട്രക്ഷൻ ഓഫ് എവിഡൻസ്. ഈ 4 കാര്യങ്ങൾ, റേപ്പ്, കിഡ്നാപ്പിംഗ്, മർഡർ, ഡിസ്ട്രക്ഷൻ ഓഫ് എവിഡൻസ്, ഈ 4 ചാർജുകളാണ് ഇവർക്കെതിരെ ചാർജ് ചെയ്തതും. ഈ 4 ചാർജുകൾക്കാണ് ഇവരെ ശിക്ഷിച്ചത്. 4 പേരെ 2013 സെപ്റ്റംബറിലാണ് അവരെ ഡെത്ത് പെനാൽറ്റി കൊടുക്കണമെന്ന് കോടതി പറയും. കാരണം ഇത് റയറസ്റ്റ് ഓഫ് ദ റയർ കേസാണ്. റയറസ്റ്റ് റയർ കേസിൽ മാത്രമേ ഒരു ഏറ്റവും ക്യാപിറ്റലായിട്ട് പണിഷ്മെന്റ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും ക്യാപിറ്റലായിട്ട് പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ ഡെത്ത് പെനാൽറ്റിയാണ്. ഡെത്ത് പെനാൽറ്റി കൊടുക്കണമെങ്കിൽ വളരെ റയറസ്റ്റ് ആയിട്ടുള്ള റയർ കേസുകൾ മാത്രമേ കൊടുക്കാവൂ എന്ന് ഓണറബിൾ സുപ്രീം കോടതി പല കേസുകളിലും റീട്രേറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊരു റയറസ്റ്റ് ഓഫ് ദ റയർ കേസാണെന്നും ഈ കേസിനകത്ത് ഈ 4 പേർക്ക് ഡെത്ത് പെനാൽറ്റി കൊടുക്കണമെന്ന് ഓണറബിൾ സുപ്രീം കോടതി പറഞ്ഞു. അപ്പോൾ കുറച്ചുകൂടി എന്നല്ല, വളരെ മോഡേൺ തിങ്കിങ് ആയി മാറി വരികയായിരുന്നു കോടതി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇതിലെ ഒരു അക്യൂസ്ഡ്, റാം സിംഗ് എന്ന് പറയുന്ന അക്യൂസ്ഡ്, അദ്ദേഹം തീഹാർ ജയിലിൽ വെച്ചിട്ട് ആത്മഹത്യ ചെയ്തു. അദ്ദേഹം എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ തീഹാർ ജയിലിൽ വെച്ചിട്ട് ആത്മഹത്യ ചെയ്തു. അലജഡ്ലി കമ്മിറ്റ് സൂയിസൈഡ്. അദ്ദേഹം ആത്മഹത്യ ചെയ്താണോ എന്താണെന്ന് അറിയില്ല, ആത്മഹത്യ ചെയ്തെന്നാണ് നമുക്ക് കിട്ടുന്ന ഈ അറിവ്.
ആൻഡ് ദ ജുവൽ പ്രൊപ്പറേറ്റർ വാസ് സെന്റൻസ്ഡ് 3 years. അതിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു മൈനർ ഉണ്ടായിരുന്നു, 18 വയസ്സ് തികയാത്തൊരു ബാലനുണ്ടായിരുന്നു, പുള്ളി ഉണ്ടായിരുന്നു. അദ്ദേഹവും ആണ് ഏറ്റവും കൂടുതൽ വളരെ ബ്രൂട്ടലായിട്ട് റേപ്പ് ചെയ്തതെന്ന് നമ്മൾ മീഡിയസിലൊക്കെ വായിച്ചും കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരന് 3 വർഷം പണിഷ്മെന്റ് ആണ് കൊടുത്തത്. അത് JJ ആക്ട് പ്രകാരമാണ്. JJ ആക്ട് പ്രകാരം 3 വർഷം പണിഷ്മെന്റ് ഏറ്റവും കൂടിയ പണിഷ്മെന്റ് ആയിരിക്കും. അങ്ങനെ അത് ഏറ്റവും പുള്ളിക്ക് റീഫോർമേഷൻ ചെയ്ത് തിരിച്ചു വരാം എന്ന തരത്തിലായിരിക്കും ചെയ്തത്. 3 വർഷം പണിഷ്മെന്റ് കൊടുത്തു. അടുത്ത ഈ ഒരു കേസിന് ശേഷമാണ് ജസ്റ്റിസ് വെർമ കമ്മിറ്റി ഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ നിർഭയ കേസിന് ശേഷം ഗവൺമെന്റ് ഭയങ്കര പ്രഷറായി ഇനിയും ഇത്രയും മുമ്പ് ഉണ്ടായിരുന്ന മധുര റേപ്പ് കേസ് അതുപോലുള്ള കേസുകളിൽ ശേഷം വന്നിട്ടുള്ള അമെൻമെന്റ് പോരാ, കുറച്ചുകൂടി ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് നമ്മുടെ IPC വേണം, അല്ലെങ്കിൽ നമ്മുടെ റേപ്പ് ലോസിൽ വേണം, എവിഡൻസ് ആക്ടിലും എല്ലാം വേണം, CRPC വേണം എന്ന് പറഞ്ഞിട്ടാണ് പബ്ലിക് ഔട്ട്റേജ് ഉണ്ടായത്. അങ്ങനെ ജസ്റ്റിസ് JS വെർമ എന്ന് പറയുന്ന ജസ്റ്റിസിനെ അദ്ദേഹത്തെ ഒരു കമ്മിറ്റിയായിട്ട് നിയമിച്ചു. അദ്ദേഹം റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത ഡേറ്റ് 23/1/2013 അദ്ദേഹം ഇതിനെ സംബന്ധിച്ച് മാത്രമല്ല ബാക്കി റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് അങ്ങനെ കുറച്ച് ആക്ടുകളെ സംബന്ധിച്ചും അദ്ദേഹം റിപ്പോർട്ടിലുണ്ട്. പക്ഷേ ഏറ്റവും മെയിൻ ആയിട്ട് ഇതിനെ സംബന്ധിച്ചിട്ടുള്ള റേപ്പിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ടുള്ളത്. അത് എന്തൊക്കെ ചേഞ്ച് കൊണ്ടുവന്നത് വളരെ ഡ്രാസ്റ്റിക്കും വളരെ വിഷണറി ആയിട്ടുള്ള ചേഞ്ചസ് ആണ് അദ്ദേഹം മുന്നോട്ട് വെച്ചതെങ്കിലും അതിൽ ഒരു 50% പോലും ഇതുവരെ നടപ്പിലായിട്ടില്ലെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇനിയും നടപ്പിലാവാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. The committee recommended that the exception of marital rape should be removed. Marital rape എന്ന് പറയുന്ന എക്സെപ്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, 15 വയസ്സിൽ അന്നത്തെ IPC അനുസരിച്ചാണ് 15 വയസ്സിൽ താഴെയുള്ള ഒരു സ്ത്രീ അല്ലാത്ത മറ്റേത് സ്ത്രീ ആണെങ്കിലും ആ സ്ത്രീ ആ പുരുഷന്റെ വൈഫ് ആണെങ്കിൽ ആ പുരുഷൻ ചെയ്യുന്ന സെക്ഷൽ ഇന്റർകോഴ്സ് റേപ്പ് അല്ല എന്ന് നമ്മുടെ എക്സെപ്ഷൻ 2 വായിച്ചു. അന്നത്തെ 370 എക്സെപ്ഷൻ 2. അത് ആ മാരിറ്റൽ റേപ്പിന്റെ എക്സെപ്ഷൻ എന്ന് പറയുന്നത് എടുത്ത് കളയണം എന്നാണ് ജസ്റ്റിസ് വെർമ പറഞ്ഞത്. കാരണം അക്യൂസ്ഡും ഈ കംപ്ലൈനന്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒരിക്കലും കൺസെന്റ് കൊടുത്തോ ഇല്ലെന്നുള്ള ഉള്ള ഇൻക്വയറിക്ക് ബാധകമല്ല. അത് കൺസെന്റിന്റെ ഒരു സ്ത്രീ ഒരു പുരുഷന്റെ ഭാര്യയാണെന്ന് വിചാരിച്ച് അദ്ദേഹത്തിന് ഇഷ്ടം പോലെ പ്രവർത്തിക്കാമെന്നുണ്ടോ? ഇല്ല, അങ്ങനെ ഇല്ല. അത് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധം ഈ കൺസെന്റിന്റെ ക്വസ്റ്റ്യനിൽ വരുന്നതേ ഇല്ല. അതുകൊണ്ട് മാരിറ്റൽ റേപ്പിനെ റേപ്പ് തന്നെയാണ്. അത് വിവാഹ ബന്ധത്തിനകത്തുള്ള റേപ്പാണ്. അതുകൊണ്ട് മാരിറ്റൽ റേപ്പിന്റെ എക്സെപ്ഷൻ എടുത്ത് കളയണമെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഒരു ഫോർവേഡ് തിങ്കിങ് ആയിട്ടുള്ള സംഭവമായിരുന്നു അത് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ അത് ഇപ്പോഴും അടുത്ത് കളഞ്ഞിട്ടില്ല സാഡ്ലി. It made recommendations to the sexual harassment of women at workplace. Sexual harassment of women at workplace bill അതിൽ റെക്കമെൻഡേഷൻസ് കൊടുത്തു. ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ അറിയാം. സെക്ഷൽ ഹാരാസ്മെന്റ് ഓഫ് women at workplace എന്ന് പറഞ്ഞ കേസ് വരുന്ന വൈശാഖ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ എന്ന് പറഞ്ഞ കേസിനകത്താണ്. അതിന്റെ ഭാഗമായിട്ടാണ്, അതിനുശേഷമാണ് വിശാഖ എന്ന് പറഞ്ഞിട്ടൊരു ഇതുപോലെ ഒരു സ്ത്രീകളുടെ റൈറ്റ്സിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു രജിസ്റ്റേർഡ് ഓർഗനൈസേഷനാണ്. ബൻവാരി ദേവി എന്ന് പറഞ്ഞ ഒരു സ്ത്രീയെ, ഒരു മെയ്ഡിനെ അന്നത്തെ അവിടുത്തെ പൊളിറ്റിക്കൽ ലീഡേഴ്സ് എല്ലാവരും കൂടി ഗ്യാങ് റേപ്പ് ചെയ്യുകയും ക്രൂരമായിട്ട് മ്യൂട്ടിലേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തതിന് ഫലമായിട്ട് വൈശാഖ കൊടുത്ത കേസിനകത്താണ് ഈ സെക്ഷൽ ഹരാസ്മെന്റ് ഓഫ് വിമൻ അറ്റ് വർക്ക് പ്ലേസ് എന്ന് പറഞ്ഞിട്ടുള്ള ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ആ ബില്ലിൽ കുറച്ച് റെക്കമെൻഡേഷൻസ് ഈ ജസ്റ്റിസ് വെർമ കമ്മിറ്റി കൊടുത്തു. നമ്മൾ ആ ബൻവാരി ദേവിയുടെ കേസ് നോക്കുന്നില്ല, കാരണം നമ്മൾ ബാക്കിയുള്ള ലാംഗ്വേജ് ജഡ്ജ്മെന്റ്സ് ആണ് നോക്കുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് ഒരു ചോദിച്ചിരുന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ഇതാണ്: whether or not to include death penalty as one of the punishments for rape. റേപ്പ് ചെയ്ത ഒരു വ്യക്തിക്ക് ഡെത്ത് പെനാൽറ്റി, ക്യാപിറ്റൽ പണിഷ്മെന്റ് ഡെത്ത് പെനാൽറ്റി കൊടുക്കണോ വേണ്ടയോ എന്നുള്ള ചോദ്യം ജസ്റ്റിസ് വെർമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ പ്രധാനമായും വന്നിട്ടുള്ള ഒരു ചോദ്യം വരുന്നു. അതിന് പക്ഷേ അദ്ദേഹം നെഗറ്റീവായിട്ടാണ് ഉത്തരം കൊടുത്തത്. അദ്ദേഹം പറഞ്ഞു റേപ്പ് ചെയ്ത വ്യക്തിക്ക് ഡെത്ത് പെനാൽറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല, എല്ലാ കേസിലും ഡെത്ത് പെനാൽറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം പണിഷ്മെന്റ് ഇൻക്രീസ് ചെയ്യണം. ലൈഫ് ഇംപ്രസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ ദാറ്റ് പേഴ്സൺസ് റെസ്റ്റ് ഓഫ് ദാറ്റ് നാച്ചുറൽ ലൈഫ്. അദ്ദേഹം മരിക്കുന്ന പണിഷ്മെന്റ് 14 വർഷം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ ലൈഫ് ഇംപ്രസ്മെന്റ്. 14 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്താണ് ഫേമസ് ആയിട്ടുള്ള ഉന്നാവ് റേപ്പ് കേസ്. UP നടന്നിട്ടുള്ള ഉന്നാവ് എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിനകത്ത് അന്നത്തെ MLA ആയിരുന്ന UP ലെജിസ്ലേറ്റീവ് അസംബ്ലി മെമ്പർ ആയിട്ട് ഉണ്ടായിരുന്ന കുൽദീപ് സിംഗ് സെങ്കാറും അദ്ദേഹത്തിന്റെ സഹോദരൻ ജയ്ദീപ് അതുൽ സിംഗും പിന്നെ കുറച്ച് ആൾക്കാരും കൂടെ ചേർന്നിട്ട് 17 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു മൈനർ ഗേളിനെ തട്ടിക്കൊണ്ടുപോയി ഗൺ പോയിന്റിൽ വെച്ച് റേപ്പ് ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷം അവളുടെ അച്ഛനെ ആംസ് കേസിൽ, കള്ളക്കേസിൽ പെടുത്തി അറസ്റ്റ് ചെയ്തു. അവിടെ വെച്ച് അദ്ദേഹത്തിനെ മർദ്ദിച്ച് അവശനാക്കി അദ്ദേഹം മരണത്തിന് കീഴടങ്ങി. അങ്ങനെ അദ്ദേഹം മരിച്ചുപോയി. അവള് പിന്നീട് ഇഞ്ചുറീസ് പറ്റി അവൾ മരിച്ചുപോയി. അവൾ 2 ഓൺസിനെ ഒരു കാർ ആക്സിഡന്റിൽ കൊന്നു. ഇത്രയും കാര്യങ്ങൾ അവിടെ നടന്നു. വളരെ ഔട്ട്റേജ് ഉണ്ടായി.
സുപ്രീം കോടതി എന്ത് ചെയ്തു? അന്നത്തെ UP MLA കുറച്ച് വളരെ വലിയ പൊളിറ്റീഷ്യൻ ആയതുകൊണ്ട് അദ്ദേഹം തൻ്റെ ഇൻഫ്ലുവൻസ് ഉപയോഗിക്കേണ്ട എന്ന് മനസ്സിലാക്കി ഡൽഹി കോടതിയിലേക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കേസുകളും ട്രാൻസ്ഫർ ചെയ്തു. സബ്സിക്വൻ്റ് ആയിട്ട് കുൽദീപ് സിംഗ് സെങ്കാറിനെ കിഡ്നാപ്പിങ്ങിനും അബ്ഡക്ഷൻ, റേപ്പിംഗ് ഇതുപോലുള്ള കാര്യങ്ങൾക്കും അവളുടെ അച്ഛനെ കള്ളക്കേസിൽ കുടുക്കി അച്ഛൻ്റെ മരണത്തിന് ഇടയാക്കിയതിന് ആ കേസിനും ഇദ്ദേഹത്തെ ശിക്ഷിക്കാനുണ്ടായിട്ടുള്ള കോടതി. അതാണ് ഇന്നോവ കേസ്. അതുപോലെ തന്നെ കത്തുവ റേപ്പ് കേസ്. കത്തുവ റേപ്പ് കേസ് 2018 നടക്കുന്നത്. ഒരു 8 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടി, 8 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടി, അപ്പോൾ ഒരു 3ാം ക്ലാസ്സിലോ 4ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലായിരിക്കും, അല്ലെങ്കിൽ 2ാം ക്ലാസ്സിലായിരിക്കും മാത്രം പ്രായമുള്ള ഒരു കത്തുവ എന്ന് പറഞ്ഞ ഡിസ്ട്രിക്റ്റിലെ പെൺകുട്ടി അന്നത്തെ ജമ്മു ആൻഡ് കാശ്മീർ, ജമ്മു ആൻഡ് കാശ്മീർ ഇല്ലല്ലോ, അന്നത്തെ ജമ്മു ആൻഡ് കാശ്മീരിലെ കത്തുവ എന്ന് പറഞ്ഞ സ്ഥലത്ത് 6 പേര് ചേർന്ന് അവളെ റേപ്പ് ചെയ്തു. ഒരാഴ്ചയ്ക്ക് ശേഷം ഷി വാസ് കിൽ. അതൊരു മുസ്ലിം ഗേൾ ആയതുകൊണ്ട് ഈ അക്യൂസേഷൻ വന്നിട്ടുള്ള ആൾക്കാർ, ഈ റേപ്പ് ചെയ്ത് ഗ്യാങ് റേപ്പ് ചെയ്ത ആൾക്കാർ ഒരു ഹിന്ദു കുടുംബത്തിലെ അംഗങ്ങൾ, ഹിന്ദു കുടുംബങ്ങളിലെ അംഗങ്ങളായിരുന്നത് കൊണ്ടും അതൊരു നാഷണൽ ഇഷ്യൂ ഓഫ് പൊളിറ്റിക്സ് ആയി. അപ്പോൾ ഈ ഒരു പ്രശ്നത്തിൽ അക്യൂസ്ഡിന് നല്ല സപ്പോർട്ട് കിട്ടി, റിലീജിയന്റെ ബേസിൽ സപ്പോർട്ട് കിട്ടി. കാരണം അത് ഫോൾസ് അക്യൂസേഷൻ ആണ്, ഹിന്ദു മതത്തിനെതിരെയുള്ള അക്യൂസേഷൻ മുസ്ലിം മതത്തിലുള്ള ആൾക്കാർ ഉണ്ടാക്കുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് അന്നും വളരെ ഔട്ട്റേജ് ഉണ്ടായിട്ടുള്ള ഒരു സംഭവമായിരുന്നു ഈ കത്തുവ കേസ് എന്ന് പറയുന്നത്. അപ്പെക്സ് കോടതി ചെയ്തു. പിന്നീട് ജമ്മു ആൻഡ് കാശ്മീർ കോടതി നിന്ന് പഞ്ചാബ് ആൻഡ് ഹരിയാന കോടതികളിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്തു. ഈ 6 പേരെയും കോടതി എന്ത് ചെയ്തു? കൺവിക്ട് ചെയ്തു. അതിനുശേഷം ഈ കേസുകളുടെ എല്ലാം പിൻബലത്തോടു കൂടിയാണ്, അല്ലെങ്കിൽ ഇതിന്റെ ജഡ്ജ്മെന്റ്സിന്റെ എല്ലാം ഭാഗമായിട്ടാണ് അതിന് ശേഷമാണ് 2018 അമെൻമെന്റ് ആക്ട് വരുന്നത്. 2018 ക്രിമിനൽ അമെൻമെന്റ് ആക്ട് ഇതുപോലെ കുറച്ച് ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് CRPC-ലും IPC-ലും ഇന്ത്യൻ എവിഡൻസ് ആക്ടിലും ഉണ്ടാക്കിയിട്ടുണ്ട്. 166A, 228A, 376A ഇതെല്ലാം അമെൻഡ് ചെയ്തു. 376 എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പണിഷ്മെന്റ്, ഇംപ്രിസൺമെന്റ് എന്ന് പറയുന്നത് മിനിമം ഓഫ് 10 years ആക്കി മാറ്റി. അന്ന് മിനിമം ഓഫ് 10 years ഉണ്ടായിരുന്നില്ല, മിനിമം 10 വർഷമെങ്കിലും പണിഷ്മെന്റ് കൊടുക്കണം, ലൈഫ് ഇംപ്രിസൺമെന്റും വേണം എന്നുള്ള കാര്യം 376 ഇൻക്ലൂഡ് ചെയ്ത് 2018 അമെൻമെന്റ് പ്രകാരമാണ്. 376 സബ്സെക്ഷൻ 3 ഇൻസേർട്ട് ചെയ്തു. അതിൽ വുമൺ അണ്ടർ 16 വയസ്സിൽ താഴെയുള്ള ഒരു സ്ത്രീയെ റേപ്പ് ചെയ്യുകയാണെങ്കിൽ 20 വർഷത്തിൽ കുറയാത്ത ഇംപ്രിസൺമെന്റ് കൊടുക്കണം എന്നും, മാക്സിമം ഏതുവരെ കൊടുക്കാം? ഇംപ്രിസൺമെന്റ് ലൈഫ് വരെ കൊടുക്കാം എന്ന് പറഞ്ഞാൽ ഫോർ ദ റെസ്റ്റ് ഓഫ് ദാറ്റ് പേഴ്സൺസ് നാച്ചുറൽ ലൈഫ്, അയാളുടെ നാച്ചുറൽ ലൈഫ് മൊത്തം കിടക്കണം അവിടെ എന്നുള്ള തരത്തിൽ കൊടുക്കാമെന്നും അമെൻമെന്റ് വന്നത് 376 അമെൻമെന്റ് വന്നത് 2018 അതുപോലെ തന്നെ 376AB ടൈപ്പ് ഓഫ് ഹ്യൂമൺ അണ്ടർ സെക്ഷൻ 12 years of age, 12 വയസ്സ് താഴെയുള്ള പെൺകുട്ടിയെ പീഡിപ്പിക്കുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള 376AB, 16 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടിയെ ഗ്യാങ് റേപ്പ് ചെയ്യുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള 376DA, 12 വയസ്സിൽ താഴെയുള്ള ഒരു പെൺകുട്ടിയെ ഗ്യാങ് റേപ്പ് ചെയ്യുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള സെക്ഷൻ ആയിട്ടുള്ള 376DB എന്നീ പുതിയ സെക്ഷൻസും അന്നത്തെ IPC-യിൽ ക്രിമിനൽ അമെൻമെന്റ് ആക്ട് 2018 പ്രകാരം ആഡ് ചെയ്യപ്പെട്ടു. ഇതെല്ലാം റേപ്പിന്റെ അഗ്രവേറ്റഡ് ആയിട്ടുള്ള ഫോംസ് ആണ്. ഇതിനെല്ലാം സാധാരണ റേപ്പിനേക്കാളും കുറച്ചുകൂടി ശിക്ഷണം കൊടുക്കുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ. പിന്നെ അതിനുശേഷം ഇത്രയൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അതിനുശേഷം വന്നിട്ടുള്ള 2018 അമെൻമെന്റാണ് ഏറ്റവും അവസാനമായിട്ട് വന്നിട്ടുള്ള ക്രിമിനൽ അമെൻമെന്റ് IPC-യിൽ വന്നിട്ടുള്ളത്. അതിനുശേഷം രാഷ്ട്രീയമായിട്ട് വേറെ ഒന്നും വന്നിട്ടില്ല. അതിനുശേഷം BNS ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഇതെല്ലാം കോഡിഫൈ ചെയ്തുകൊണ്ട് ഒറിജിനൽ സെക്ഷൻസ് ആക്കി മാറ്റിയതേ ഉള്ളൂ. കോൺട്രവേഴ്ഷ്യൽ ഇഷ്യൂസ് എന്തൊക്കെയാണ് ശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2-3 കോൺട്രവേഴ്ഷ്യൽ ഇഷ്യൂസ് ഒക്കെ ഇത്രയൊക്കെ സിവിലൈസ്ഡ് ആയതിനു ശേഷം, ഇത്രയൊക്കെ പോസിറ്റീവ് തിങ്കിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫോർവേഡ് തിങ്കിങ് ആയിട്ടുള്ള ജഡ്ജ്മെന്റ്സും അമെൻമെന്റ്സും വന്നതിന് ശേഷവും ഹത്രാസ് ആൻഡ് റേപ്പ് ആൻഡ് മർഡർ കേസ് 2020 19 വയസ്സ് മാത്രം പ്രായമുള്ള ദളിത് ഗേള് 4 പേര് ചേർന്ന് അവളെ റേപ്പ് ചെയ്തു, മർഡർ ചെയ്തു. ഒരു ഫീൽഡിൽ വെച്ചിട്ടാണ്, ഒരു വയൽ എന്ന് പറയുന്ന അവിടെ വെച്ചിട്ടാണ് ചെയ്ത്. 7 ദിവസത്തേക്ക് ഒരു കേസ് രജിസ്റ്റർ ചെയ്തതുമില്ല, 10 ദിവസത്തേക്ക് ആരെയും അറസ്റ്റ് ചെയ്തതുമില്ല. എന്നിട്ട് 10 ദിവസത്തിന് ശേഷം ഈ 4 പേരിൽ ഒരാളെ മാത്രം പോലീസ് അറസ്റ്റ് ചെയ്തു. അപ്പൊ അത് ഭയങ്കര പബ്ലിക് ഔട്ട്റേജ് ഉണ്ടാക്കി. ഭയങ്കര ഒരുപാട് ആൾക്കാർ സസ്പെൻഡ് ചെയ്യുകയും ഒരുപാട് പോലീസ് ഓഫീസറെ ട്രാൻസ്ഫർ ചെയ്യുകയും ഒരുപാട് പോലീസ് ഓഫീസേഴ്സിനെ ഡിസ്മിസ് ചെയ്യുകയൊക്കെ ചെയ്ത ഒരു കേസാണിത്. CBI പ്രോബൊക്കെ അന്വേഷിക്കുകയും അത് നമ്മൾ ഒരുപാട് മീഡിയ അറ്റൻഷൻ കിട്ടിയ കേസാണ്, നമുക്കറിയാം. അതിനുശേഷം മഹ്മൂദ് ഫറൂഖി വേഴ്സസ് സ്റ്റേറ്റ് എന്ന് പറയുന്ന കേസിനകത്ത് ഡൽഹി ഹൈക്കോടതി നടത്തിയ ഒരു പരാമർശം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ വേദനാജനകവും നെഗറ്റീവായിട്ടുള്ള ഒരു പരാമർശമാണ്. അതിൽ പറഞ്ഞു എ ഫീബിൾ നോ മേ മീൻ യെസ്. ഒരു ബെയിൽ ആപ്ലിക്കേഷനിൽ പറയാണ്, ഒരു ജാമ്യാപേക്ഷയിൽ പറയാണ്, നോ എന്ന് ഫീബിളായിട്ട് വെറുതെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ യെസ് ആയിരിക്കാം എന്നാണ് പറയുന്നത്. അതൊരു സ്ത്രീ റേപ്പിന്റെ സമയത്ത് നോ എന്ന് ഫീബിൾ ആയിട്ടാണ് പറയുന്നതെങ്കിലും, ശക്തമായിട്ട് പറഞ്ഞില്ല, ഫീബിൾ ആയിട്ടാണ് പറഞ്ഞെങ്കിലും ഒരു യെസ് ആയിരിക്കാം എന്നാണ് കോടതി വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു ബെയിൽ ആപ്ലിക്കേഷന്റെ ജഡ്ജ്മെന്റിൽ പറഞ്ഞിട്ടുള്ളത്.
അത് ഡൽഹി ഹൈക്കോടതിയാണ് ആലോചിക്കുന്നത്. മാത്രമല്ല അക്യൂസ്ഡ് വൈൽ ദ ട്രയൽ കോടതി ബെയിൽ ആപ്ലിക്കേഷൻ അല്ല, ജഡ്ജ്മെന്റിനകത്താണ്. ട്രയൽ കോടതി ഈ അക്യൂസ്ഡിനെ, അതായത് സെഷൻസ് കോടതി ഈ അക്യൂസ്ഡുകളെ കൺവിക്ട് ചെയ്തു എങ്കിലും അത് റിവേഴ്സ് ചെയ്തുകൊണ്ട് ഡൽഹി ഹൈക്കോടതി അവരെ വെറുതെ വിടുകയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ജഡ്ജ്മെന്റ് ആയിരുന്നു. അതിനുശേഷമുള്ള 2 ജഡ്ജ്മെന്റാണ് വികാസ് ഗാർഗ് ആൻഡ് അതേഴ്സ് സ്റ്റേറ്റ് ഓഫ് ഹരിയാന. ഇത് പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോടതി ഒരു ബെയിൽ ആപ്ലിക്കേഷൻ നടത്തിയ റിമാർക്കാണ്. ഇത്രേ ഉള്ളൂ. ആ റിമാർക്ക് ഇത്രേ ഉള്ളൂ. റിമാർക്സ് ഓൺ ദ ക്യാരക്ടർ ഓഫ് ദ വിക്ടിം. വിക്ടിമിന്റെ ക്യാരക്ടറിനെ അസസ് ചെയ്തു. പറഞ്ഞു അവർ പ്രൊമിസ്ക്യൂസ് ആണ് ആൻഡ് ഗ്രാൻഡഡ് ബെയിൽ ടു ദ അക്യൂസ്. പ്രൊമിസ്ക്യൂസ് ആണ്, സാധാരണഗതിയിൽ ഹാബിച്വലി ഇതിന് വഴങ്ങുന്ന ഒരു സ്ത്രീയാണെന്നും അതുകൊണ്ട് ബെയിൽ കൊടുക്കണമെന്നും പറഞ്ഞിട്ട് പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോടതി ഒരു കേസിനകത്ത് ഒരു അക്യൂസിന് ബെയിൽ കൊടുക്കാനുണ്ടായിട്ടില്ല. അപ്പം ബെയിൽ കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ ഇതുപോലുള്ള നെഗറ്റീവായിട്ടുള്ള റിമാർക്സ് വയ്ക്കുന്നത് ആണ് നമ്മൾ നെഗറ്റീവായിട്ട് കാണുന്നത്. അതുപോലെ രാകേഷ് ബി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കർണാടക ഹൈക്കോടതിയിലെ ജഡ്ജ്മെന്റ്, അതും ബെയിൽ ആപ്ലിക്കേഷൻ ആയിരുന്നു. അതിനകത്ത് ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. അതിനകത്ത് പറഞ്ഞതും ഇത് നെഗറ്റീവായിട്ടുള്ള കാര്യമാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള സൊസൈറ്റി നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്താണ് ഇവിടെ ഈ സാധനം വന്നിട്ടുള്ളത്. ഇതാണ്: ആഫ്റ്റർ ദ പെർപെട്രേഷൻ ഓഫ് ദ ആക്ട് ഷി വാസ് ടയർഡ് ആൻഡ് ഫെൽ അസ്ലീപ്. ഈ ആക്ടിന്റെ പെർപെട്രേഷൻ നടന്ന സമയത്ത് അതിനുശേഷം അവള്, അതായത് ഈ വിക്ടിം വളരെ ടയർഡായി പോയി, ഉറങ്ങിപ്പോയി. അത് ഈസ് അൺബിക്കമിങ് ഓഫ് എൻ ഇന്ത്യൻ വുമൺ. അത് ഒരു യഥാർത്ഥ ഇന്ത്യൻ സ്ത്രീ ചെയ്യേണ്ടിയിരുന്നതല്ല എന്ന് ഒരു വിക്ടിം എങ്ങനെ ചെയ്യണമായിരുന്നു, എങ്ങനെ പ്രവർത്തിക്കണമായിരുന്നു ഹൈക്കോടതി റീട്രീറ്റ് അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുന്നത് പോലെയാണ്. അതൊരു ഇന്ത്യൻ വുമൺ ചേർന്നതല്ല പോലും. ദാറ്റ് ഈസ് നോട്ട് എ വേ അവർ വുമൺ റിയാക്ട് വെൻ ദേ ആർ റാവിഷ്ഡ്. നമ്മുടെ സ്ത്രീകൾ റാവിഷ് ചെയ്യപ്പെടുന്ന സമയത്ത്, ഇതുപോലെ എന്തെങ്കിലും സെക്ഷൽ ആക്ടിന് വിധേയമാക്കപ്പെടുന്ന സമയത്ത് ഇങ്ങനെയല്ല പ്രതികരിക്കേണ്ടത്, കുറച്ചുകൂടി ഇതായിട്ട് പ്രതികരിക്കണം. അതുകൊണ്ട് ആക്ച്വലി ചിലപ്പോൾ എന്തായിരിക്കാം, കൺസെന്റ് ഉള്ളതായിരിക്കാം, അതുകൊണ്ട് ബെയിൽ കൊടുക്കണമെന്ന് പറഞ്ഞ് ബെയിൽ കൊടുക്കാനുണ്ടായിട്ടുള്ളത്. ഇതൊക്കെ നെഗറ്റീവ് കമന്റ്സ് ആണ്. നമ്മുടെ സൊസൈറ്റി ആക്ച്വലി ഇതുപോലൊന്നും അല്ല, അല്ലെങ്കിൽ ജുഡീഷ്യറി ഇതുപോലൊന്നും അല്ല ബാക്കിയുള്ള കേസുകളിൽ പെരുമാറിയിട്ടുള്ളത്. ഇതൊക്കെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള, വളരെ എക്സംഷൻ ആയിട്ടുള്ള കേസുകളാണ്. ഇനി നമുക്ക് കുറച്ച് FAQs നോക്കാം. വേറെ ഒന്നുമില്ല, കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇതിൽ കുറച്ചുകൂടി ഉള്ളിലേക്ക് കടന്നുള്ള ചെറിയ FAQs. മാൻ ക്യാൻ ബിക്കം എ വിക്ടിം ഓഫ് റേപ്പ്. ഒരു പുരുഷന് റേപ്പിന്റെ വിക്ടിം ആവാൻ പറ്റുമോ? സിമ്പിൾ ആൻസർ പറഞ്ഞാൽ നോ ആണ്. ഫസ്റ്റ് ജനറൽ ആൻസർ പറഞ്ഞാൽ നോ ആണ്. ഒരു പുരുഷൻ ഒരിക്കലും ഒരു റേപ്പിന്റെ വിക്ടിം ആവാൻ പറ്റില്ല. ഈവൻ അണ്ടർ ന്യൂ പീനൽ കോഡ്, ഭാരതീയ ന്യായ സംഹിതയിൽ, പുതിയ കോഡായിട്ടുള്ള ഭാരതീയ ന്യായ സംഹിതയിൽ പോലും റേപ്പ് ഒരു വുമണിനെതിരെ മാത്രമേ, ഒരു മാനിന് ഒരു വുമണിനെതിരെ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മൾ നേരത്തെ പറയുന്നത് പോക്സോ ആക്ടിന്റെ സെക്ഷൻ 2 സബ് ക്ലോസ് ഡിക്കകത്ത് പറഞ്ഞിട്ടുള്ള ചൈൽഡ് എന്ന് പറഞ്ഞ ഡെഫിനിഷനകത്ത് മെയിൽ ചൈൽഡും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇറസ്പെക്റ്റീവ് ഓഫ് ജെൻഡർ എല്ലാവരും അത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഒരു മെയിൽ ചൈൽഡിനെതിരെ വേണമെങ്കിൽ ഈ സെക്ഷൽ അസോൾട്ടോ, പെൻട്രീവ് സെക്ഷൽ അസോൾട്ടോ, അഗ്രവേറ്റഡ് പെൻട്രീവ് സെക്ഷൽ അസോൾട്ടോ, അതുപോലുള്ള കുറ്റങ്ങളോ ചെയ്യാം. അതെല്ലാം എസെൻഷ്യലി റേപ്പ് തന്നെയാണ്. അതുകൊണ്ട് ജനറൽ ആൻസർ നോ ആണെങ്കിലും പോക്സോ ആക്ടിന്റെ അടിയിൽ ഇറ്റ്സ് എ യെസ്. അതുപോലെ തന്നെ വെദർ എ വുമൺ ക്യാൻ ബിക്കം ആൻ ഒഫൻഡർ ഓഫ് റേപ്പ്. റേപ്പിന് ഒരു സ്ത്രീക്ക് ഒഫൻഡർ ആവാൻ പറ്റുമോ, ഒരു അക്യൂസ്ഡ് ആവാൻ പറ്റുമോ, അല്ലെങ്കിൽ ഒരു പ്രതി ആവാൻ പറ്റുമോ, സ്ത്രീക്ക് ഒരു റേപ്പ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചോദ്യത്തിന്റെ ജനറൽ ആൻസർ നോ ആണ്. നേരത്തെ പറഞ്ഞ പോലെ BNS-ലും നമ്മൾ പറഞ്ഞ പോലെ ഒരു വുമണിന് എതിരെ മാനിന് മാത്രം ചെയ്യാവുന്ന ഒരു കുറ്റമാണ് BNS-ന്റെ സെക്ഷൻ 63 പ്രകാരം റേപ്പ് എന്ന് പറയുന്നത്. പക്ഷേ ഓൺലി ബൈ എ മാൻ. പക്ഷേ നേരത്തെ ഈ ഏതെങ്കിലും ഈ റേപ്പിന്റെ അബെറ്റർ ആയിട്ട്, അതായത് ഫെസിലിറ്റേഷൻ നടന്നു, അല്ലെങ്കിൽ എയ്ഡ് കൊടുക്കുന്നു, ഇന്റൻഷണൽ ആയിട്ട് മനഃപൂർവ്വം അതിനെ എയ്ഡ് കൊടുക്കുന്നു, ഫെസിലിറ്റേഷൻ നടത്തുന്നു, അല്ലെങ്കിൽ അതിന്റെ ഗൂഢാലോചനയിൽ ഏർപ്പെടുന്നു, അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ ഇൻസ്റ്റിഗേറ്റ് ചെയ്യുന്നു, നീ ചെയ്യടാ എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റിഗേറ്റ് ചെയ്ത് പറഞ്ഞു വിടുന്നു, അതുപോലെ ചെയ്യുന്ന ഒരു അബെറ്റർ എന്ന തരത്തിൽ അബെറ്ററിന് ശിക്ഷ കിട്ടാം. അബെറ്ററിന് കിട്ടുന്ന ശിക്ഷ എന്താണോ അബറ്റ് ചെയ്യപ്പെട്ട കുറ്റം, ആ കുറ്റത്തിന് കിട്ടുന്ന അതേ ശിക്ഷയായിരിക്കും അബെറ്ററിന് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ റേപ്പിന്റെ ചാർജ് വേണമെങ്കിൽ ഒരു സ്ത്രീക്കെതിരെയും വരാം. എപ്പോഴാണ് ഒരു പുരുഷൻ ഈ സ്ത്രീയുടെ വാക്ക് കേട്ടാണ്, ഈ സ്ത്രീയുടെ സഹായത്തോടു കൂടിയാണ് മറ്റൊരു സ്ത്രീയെ റേപ്പ് ചെയ്യുന്നതെങ്കിൽ അബെറ്റർ എന്ന രീതിയിൽ ആ സ്ത്രീക്ക് ഇതിന്റെ ചാർജ് വരാം. അങ്ങനെ വേണമെങ്കിൽ ശിക്ഷിക്കപ്പെടാം. അല്ലാതെ നേരിട്ടുള്ള ശിക്ഷ, ഡയറക്ട്ലി ഈ കുറ്റം ചെയ്തെന്ന് പറയുന്ന ശിക്ഷ ഒരിക്കലും കിട്ടില്ല. ഇനി കിട്ടാം, നേരത്തെ പറയുകയാണെങ്കിൽ പോക്സോ ആക്ടില് ഒരു മൈനർ ആയിട്ടുള്ള ഒരു മെയിൽ ചൈൽഡിനെതിരെ ഒരു സ്ത്രീ ഈ സെക്ഷൽ അസോൾട്ടോ, പെൻട്രീവ് സെക്ഷൽ അസോൾട്ടോ, അഗ്രസീവ് പെൻട്രീവ് സെക്ഷൽ അസോൾട്ടോ ചെയ്താലും അത് ഒരു കുറ്റം തന്നെയാണ്. അതും അപ്പൊ ഈ നോയ്ക്ക്, ജനറൽ ആയിട്ടുള്ള നോയ്ക്ക് 2 എക്സെപ്ഷൻസ് ആണ്. ഒന്ന് അബെറ്റർ ആവുന്ന സമയത്തും, 2 പോക്സോ ആക്ടിനകത്തും, ഈ 2 കാര്യങ്ങളും. അതുപോലെ വെദർ മാരിറ്റൽ റേപ്പ് ഈസ് പണിഷബിൾ അണ്ടർ BNS നമ്മൾ നേരത്തെ പറഞ്ഞു. നോ,
ഇന്ത്യയിലെ മാരിറ്റൽ റേപ്പ് പണിഷബിൾ അല്ല. 2 എക്സെപ്ഷൻസ് ഉണ്ട്. നമ്മൾ എന്തൊക്കെയാന്ന് പറഞ്ഞു, 18 വയസ്സ് തികയാത്ത ഒരു സ്ത്രീയാണ് ഒരു പുരുഷന്റെ വൈഫ് എങ്കിൽ ആ സ്ത്രീയെ ആയിട്ട് ഏർപ്പെടുന്ന സെക്ഷൽ ആക്ടിവിറ്റികളും സെക്ഷൽ ആയിട്ടുള്ള കാര്യങ്ങളും എല്ലാം റേപ്പിന് അത് തന്നെയാണ് പെടുന്നത് എന്ന് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ അത് എക്സെപ്ഷൻ 2 ആണ്, സെക്ഷൻ 63യുടെ എക്സെപ്ഷൻ 2. അതുപോലെ തന്നെ സെക്ഷൻ 67 പറയുന്നത് സെപ്പറേഷൻ സമയത്ത് ജുഡീഷ്യൽ സെപ്പറേഷനോ അല്ലെങ്കിൽ ജുഡീഷ്യൽ ഡിഗ്രി പ്രകാരമുള്ള സെപ്പറേഷനോ അല്ലെങ്കിൽ മ്യൂച്വൽ കൺസെന്റോടെ സെപ്പറേഷനോ എന്ത് സെപ്പറേഷൻ ആയിക്കോട്ടെ, സെപ്പറേഷന്റെ പീരീഡിൽ ഒരു പുരുഷൻ സ്ത്രീയുമായിട്ട് അതായത് സ്വന്തം വൈഫ് പോലും ആയിക്കോട്ടെ സ്വന്തം വൈഫുമായിട്ട് ഏർപ്പെടുന്ന ഇതുപോലുള്ള ഫോഴ്സ് ആയിട്ടുള്ള റേപ്പായിട്ട് കണക്കാക്കിയിട്ടുണ്ട് സെക്ഷൻ 67. അപ്പോൾ ഈ ജനറൽ നോയ്ക്ക് 2 എക്സെപ്ഷൻസ് ആണുള്ളത്. ഒന്ന് എക്സെപ്ഷൻ 2 ഓഫ് സെക്ഷൻ 63യും സെക്ഷൻ 67 ഓഫ് BNS, ഈ 2 എക്സെപ്ഷൻസും. അടുത്തത് എന്താണ് ഇൻഡിപെൻഡന്റ് തോട്ട് ഓഫ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ കേസിനകത്ത് വന്നപ്പെട്ട വേർഡിക്റ്റ് എന്താണ് അതിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് നോക്കാം. ഒന്നുമില്ല, സെക്ഷൻ 375 IPC ഇതാണ് ഒറിജിനലി പണ്ടത്തെ BNS വരുന്നതിന് മുമ്പ് 1860 IPCക്ക് തമ്മിലുള്ള റേപ്പിന്റെ സെക്ഷൻ 375 ആണ് നമ്മൾ പറഞ്ഞു. അതിലെ സെക്ഷൻ അതിന്റെ എക്സെപ്ഷൻ 2, ഈ പറഞ്ഞ എക്സെപ്ഷൻ 2, ഇപ്പോഴത്തെ 63 എക്സെപ്ഷൻ 2, അന്നത്തെ 375 എക്സെപ്ഷൻ 2. അതിൽ ഒറിജിനലി മാരിറ്റൽ റേപ്പ് അഗൈൻസ്റ്റ് എ വൈഫ് 15 വയസ്സായിട്ട് നമ്മൾ പറഞ്ഞു, നേരത്തെ പറഞ്ഞിട്ടുണ്ട്. 15 വയസ്സിൽ താഴെയുള്ള ഒരു പെൺകുട്ടിയാണ് വൈഫ് എങ്കിൽ ആ വൈഫുമായിട്ട് ഏർപ്പെടുന്ന സെക്ഷൽ ഒഫൻസുകൾ മാത്രമേ റേപ്പായിട്ട് കണക്കാക്കുള്ളൂ. ആ 15 വയസ്സിൽ മുകളിലാണെങ്കിൽ റേപ്പായിട്ട് കണക്കാക്കില്ല എന്നായിരുന്നു അന്ന് 375 സെക്ഷൻ 375 പറഞ്ഞു വച്ചിരുന്നത്. ഇൻഡിപെൻഡന്റ് തോട്ട് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യയിൽ പറഞ്ഞു ഇത് ആർട്ടിക്കൽ 21 വയലേഷനാണ്. കാരണം ഇത് 15 വയസ്സിൽ കൂടുതലും 18 വയസ്സിൽ താഴെയുള്ള, അതായത് 15, 16, 17, 18 വയസ്സ് വരെയുള്ള പെൺകുട്ടികളെ എതിരെയുള്ള ആർട്ടിക്കൽ 21 വയലേഷനാണ്. അവരുടെ റൈറ്റിന്റെ വയലേഷൻ, ലൈഫിന്റെ വയലേഷൻ ആണെന്നും ഡിഗ്നിറ്റിക്ക് വിരുദ്ധമാണെന്നും ഇങ്ങനെ പ്രൊവിഷൻ വെച്ച് കഴിഞ്ഞാൽ അത് ചൈൽഡ് മാരേജിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രൊവിഷൻ പോലെ ആയി പോകുന്നു എല്ലാം കണ്ടെത്തിയതിനു ശേഷം കോടതി പറഞ്ഞു ഇനി മുതൽ 15 എന്നുള്ളത് 18 എന്ന് വായിക്കണം. ഈ എക്സെപ്ഷൻ 2ലെ 375 എക്സെപ്ഷൻ ഒറിജിനൽ എക്സെപ്ഷൻ 2ലെ 15 എന്ന് പറഞ്ഞ വയസ്സിനെ 18 വയസ്സെന്ന് വായിക്കണം. ഒരു പുരുഷൻ സ്വന്തം വൈഫ് 15 വയസ്സിന് മുകളിലാണെങ്കിൽ പോലും 18 വയസ്സ് തികഞ്ഞിട്ടില്ല എങ്കിൽ അപ്പോഴും അത് റേപ്പ് തന്നെയാണ്, മാരിറ്റൽ റേപ്പ്, അവിടെയും റേപ്പ് തന്നെയാണ് എന്ന് ഇനി മുതൽ വായിക്കണമെന്ന് യൂണിയൻ ഓഫ് ഇന്ത്യ ഇൻഡിപെൻഡന്റ് തോട്ട് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസിൽ 2017 നമ്മുടെ ഓണറബിൾ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ജഡ്ജ്മെന്റിന് നോക്കേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി BNSൽ ഇപ്പോൾ നിലവിൽ എക്സെപ്ഷൻ 2ൽ 18 വയസ്സ് ആക്കി മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഈ ജഡ്ജ്മെന്റ് നോക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ 2 കാര്യങ്ങൾ ഡിജിറ്റൽ റേപ്പ് എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. സെക്ഷൻ 63യുടെ ക്ലോസ് ബിക്കകത്താണ് ഡിജിറ്റൽ റേപ്പ് ഉള്ളത്. ഒരു പുരുഷൻ ലൈംഗികമായിട്ടുള്ള പീനിസ് അല്ലാത്ത വേറെ ഏതെങ്കിലും ഭാഗം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒബ്ജക്റ്റ് ഒരു സ്ത്രീയുടെ ഏനസിലോ യൂറിത്രയിലോ വാജിനയിലോ ഏതെങ്കിലും ഭാഗത്തോ ഏതെങ്കിലും എക്സ്റ്റെന്റ് ഇൻസേർട്ട് ചെയ്യുന്നതിനാണ് ഡിജിറ്റൽ റേപ്പ് എന്ന് പറയുന്നത്. അതിന് നമ്മുടെ ഡിജിറ്റൽ വേൾഡുമായിട്ട് ഒരു ബന്ധമൊന്നുമില്ല. ഡിജിറ്റൽ എന്ന് പറഞ്ഞാൽ ടോ, ഫിംഗർ, തമ്പ് എന്നൊക്കെയാണ് ഇതിന്റെ അർത്ഥം, അല്ലാതെ ഡിജിറ്റൽ വേൾഡുമായിട്ട് ബന്ധമുള്ള കാര്യങ്ങളല്ലാതെ. അതുപോലെ തന്നെ എന്താണ് റോമിയോ ജൂലിയറ്റ് ക്ലോസ്, നമ്മളിപ്പം പത്രത്തിൽ വായിച്ചിട്ടുണ്ടാകും ഈയിടെയായിട്ട്. റോമിയോ ജൂലിയറ്റ് ക്ലോസ് എന്താണെന്നുള്ളത് ഒന്നുമില്ല. അതായത് പോക്സോ ആക്ട് പ്രകാരം 18 വയസ്സ് താഴെയുള്ള സ്ത്രീയോ പുരുഷനോ മറ്റൊരു പുരുഷനോ സ്ത്രീയോ ആയിട്ട് ലൈംഗികത ഏർപ്പെടുന്നത് തന്നെ കുറ്റകരമാണ്. ഈ കുറ്റത്തിൽ നിന്നും വളരെ ജെന്യൂൻ ആയിട്ടുള്ള അഡോളസന്റ് ലവിനെ, റിലേഷൻഷിപ്പിനെ രക്ഷിക്കാനുള്ള ഒരു ക്ലോസ് ആണ് റോമിയോ ആൻഡ് ജൂലിയറ്റ് ക്ലോസ്. ഇങ്ങനെ ഒരു ക്ലോസ് ആഡ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ പോക്സോ ആക്ടിലും ബാക്കിയുള്ള നിയമങ്ങളിലും ആഡ് ചെയ്യുന്നതോടുകൂടി വളരെ ജെന്യൂൻ ആയിട്ടുള്ള ലവ് ആണ് ഈ മൈനേഴ്സ് തമ്മിലുള്ളതെങ്കിൽ ഈ മൈനേഴ്സിനെ പോക്സോ ആക്ടിൽ നിന്ന് രക്ഷിക്കാൻ പറ്റും. അങ്ങനെ ഒരു ക്ലോസ് ആഡ് ചെയ്യണമെന്ന് സ്റ്റേറ്റ് ഓഫ് ഉത്തർപ്രദേശ് വേഴ്സസ് അനിരുദ്ധൻ അതേഴ്സ് എന്ന് പറഞ്ഞ കേസ് 2026 വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ജഡ്ജ്മെന്റിനകത്താണ് നമ്മുടെ ഓണറബിൾ സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വന്നിട്ടുള്ള ഈ റേപ്പിനെ സംബന്ധിച്ചിട്ടുള്ള അല്ലെങ്കിൽ പോക്സോ ആക്ടിനെ സംബന്ധിച്ചിട്ടുള്ള വന്നിട്ടുള്ള ഏറ്റവും ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ഇതിനെപ്പറ്റി പറയാനായിട്ട്. നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.